بسم الله الرحمن الرحيم والصلاة والسلام على رسول رب العالمين معلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദ് അവറുകളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരികൾ, നമ്മളൊക്കെ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉ എന്ന് പറഞ്ഞാൽ വസന്തമെന്ന്, അവ്വൽ എന്ന് പറഞ്ഞാൽ പ്രഥമം എന്നും. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രഥമ വസന്തം എന്ന് വിശേഷിപ്പിക്കാം. ഈ വസന്തകാലത്തിൻ്റെ പ്രത്യേകത, വസന്തകാലത്തിൽ അന്തരീക്ഷത്തിൽ സൗന്ദര്യവും സൗരഭ്യവും രണ്ടും നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. മനുഷ്യർ മാത്രമല്ല ഇതിൽ സന്തോഷിക്കുന്നത്, മുസ്ലിങ്ങൾ മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല, ചരങ്ങളും അചരങ്ങളും സചേതനങ്ങളും അചേതനങ്ങളും ഒക്കെ സന്തോഷിക്കും. അതിന് കാരണം ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലം എന്ന് പറഞ്ഞതിന്റെ ബഹുവചനമാണ് ആലമീൻ. ഏതൊക്കെയാണ് ആലമുകൾ? മിനറൽ കിങ്ഡം, വെജിറ്റബിൾ കിങ്ഡം, അനിമൽ കിങ്ഡം, ഹ്യൂമൻ കിങ്ഡം, ഏഞ്ചൽസ് കിങ്ഡം, ധാതുലവണങ്ങളുടേതായ ലോകം, സസ്യലതാദികളുടേതായ ലോകം, ജന്തുക്കളുടെ ലോകം, മനുഷ്യരുടെ ലോകം, മലക്കുകളുടെ ലോകം, അങ്ങനെ ലോകം എല്ലാ ലോകവും സന്തോഷിക്കുന്ന ഒരു കാലമാണ്. അതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്നുള്ള നിലയ്ക്ക്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾക്ക് ഈ കാലത്ത് സന്തോഷമല്ല, സങ്കടം ഉണ്ടാകാം, സന്താപമാണ് ഉണ്ടാവുക. കാരണം ഈ മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെ വിധേയത്ത് ചെയ്യുകയാണെന്ന് ആലോചിക്കുകയാണ്. അത് തെറ്റിദ്ധാരണ കൊണ്ട്, വിവരക്കുറവ് കൊണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിക്കണ്ടായല്ലോ. കുറച്ച് പേര് അറിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഈ തർക്കം ഉണ്ടാവും. ഒന്നും അറിയാത്ത ആളുകൾ സാധുക്കൾ തർക്കിക്കാനും പോവില്ല. അപ്പോൾ കുറച്ചെന്തെങ്കിലുമൊക്കെ വായിക്കും, പഠിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടയിലും തന്നെ നമ്മുടെ ഇടയിലും ചില ആളുകൾക്ക് അതിനെ പറ്റിയുള്ള ഗൗരവം കുറയുക, വീര്യം കുറയുക, അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കും. അങ്ങനെ വല്ലാതെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കും ഇങ്ങനെ തോന്നും കുറേയൊക്കെ. അങ്ങനെ ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് നമ്മുടെ അഭിപ്രായത്തിലൊരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നല്ല, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നല്ലേ ദിവസേന നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാഹുവിനോട്. നിസ്കാരത്തിൽ ഹിദായത്ത്, ഞങ്ങൾക്ക് ഹിദായത്ത് തരണം, നേർമാർഗത്തിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തണം. ഈ പ്രാർത്ഥന നമ്മളോട് 5 നേരം ചൊല്ലാൻ പറയാനുള്ള ഒരു വലിയ കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഹിദായത്തിൽ എത്തിയതിനു ശേഷം പിന്നെ പേശു പോകരുത്. ഈ പ്രാർത്ഥന ചൊല്ലിയ മാത്രം പോരാ. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാരും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നല്ലുണ്ട്, മുജാഹിദീങ്ങളും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നല്ല, ഖാദിയാനികളും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയും. എന്നിട്ട് ഓരോ നിൽക്കൂടെ തന്നെ നിൽക്കുകയാണല്ലോ, മാറുന്നില്ലല്ലോ ഇങ്ങോട്ടും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർമാർഗത്തിൽ ഞങ്ങൾ നയിക്കണേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ പറ്റിയ കുഴപ്പം എന്താ വെച്ചാൽ, ഒന്ന് സിറാത്തുൽ മുസ്തഖീം എന്ന് വ്യതിചലിച്ചതാണ്, 2 തഖ്വല്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന നമ്മുടെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ഉത്തരമായിക്കൊണ്ടാണ് അൽ ബഖറ സൂറത്തിലെ ഫാത്തിഹ സൂറത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിക്കൊണ്ടാണ് അൽ ബഖറ സൂറത്തിൽ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിച്ചല്ലോ, ഹിദായത്ത് തരാം. പക്ഷെ ആർക്ക് തരാം? മുത്തഖീങ്ങൾക്ക് തരാം. മുത്തഖീങ്ങൾ പറഞ്ഞാൽ സൂക്ഷ്മത ഉള്ളവരാ. സൂക്ഷ്മതയുടെ ലക്ഷണമല്ല എന്തെങ്കിലും പഠിച്ചുകൊണ്ട് അഭിപ്രായം പറയല്. സൂക്ഷ്മതയുടെ ലക്ഷണമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തോട് ജനങ്ങളെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കണതിന് പകരം ഉള്ള സ്നേഹം തന്നെ ഇല്ലാതാക്കല്, അതൊന്നും സൂക്ഷ്മതയില്ലല്ലോ. നേരത്തെ ആളുകളുടെ മനസ്സിൽ പരമ്പരാഗതമായി റസൂലുള്ളാഹിനോടുള്ള സ്നേഹം സൂക്ഷിച്ചു വരുന്ന ആളുകളുടെ മനസ്സിൽ നിന്ന് തന്നെ അത് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി റസൂലിനെ ഇകഴ്ത്തി പറഞ്ഞ്, താഴ്ത്തി പറഞ്ഞ്, റസൂൽ വെറുതെ സാധാരണ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് നിലവാരം കുറച്ച്. ഇതിലെന്ത് തഖ്വേ? അപ്പോൾ തഖ്വയോടുകൂടി അള്ളാഹിനോട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഹിദായത്തിൽ നിർത്തും. അപ്പോൾ അതുകൊണ്ട് ആ തഖ്വയുടെ അഭാവമാണ്, സൂക്ഷ്മതയുടെ അഭാവമാണ് യഥാർത്ഥത്തിൽ അവർ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അങ്ങനെ കൊടുക്കാറ് നിൽക്കുന്നതോട് തന്നെ ഇതൊക്കെ നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളുടെ അഭിപ്രായം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയല്ല. നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ള പ്രാർത്ഥന നടത്തുന്നുണ്ട്, നമ്മൾ സിറാത്തൽ മുസ്തഖീമിലാണെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവുക. കാരണം പൂർവികമായിട്ട് അങ്ങനെ ജീവിച്ച് അനുഷ്ഠിച്ച് വരുന്നതല്ലേ. അപ്പോൾ പിന്നെ അതിൽ വ്യത്യാസം ഉണ്ടെന്ന് ആലോചിക്കാനുള്ള ഒരു കാരണമില്ലല്ലോ. പിന്നെ ആളുകളുടെ അഭിപ്രായം പലതും ഉണ്ട്. ആൾക്കാർ നമ്മളെ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. കണ്ടോ, ഒരിപ്പോൾ റബീഉൽ അവ്വലായി കുട്ടികളെ കൊണ്ട് പ്രകടനം നടത്തിയിരിക്കണം, അങ്ങാടി കൂടി നടത്തിയിട്ട് പാട്ടും കൂത്തും ചൊല്ലും, ഇങ്ങനെ പറഞ്ഞ ഓരോ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കണ്ട.
ആളുകൾ പറയുന്ന അഭിപ്രായത്തെ ശ്രദ്ധിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ശരിയായ വഴിയിലാണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വഴിയിൽ അവിടെ ഉറച്ചങ്ങനെ ജീവിച്ചു പോയാൽ മതി. കാരണം അത് വല്ലാതെ ആലോചിക്കാനും ചിന്തിക്കാനും ഗവേഷണം നടത്താനൊന്നും ആയുസില്ല. ഒരു സന്മാർഗത്തിലാണ് നമ്മളെന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചാണ് ജീവിച്ചാൽ മതി. ജീവിക്കാൻ പിന്നെ നേരമുണ്ടാവില്ല. ഇത് ചിന്തിക്കാനും ഗവേഷണം നടത്താനും പഠിക്കാനും ഒക്കെ എന്നിട്ട് അവസാനം സത്യത്തിലെത്തുന്നതിന് മുമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടാവും. എന്തിനതിന് വെറുതെ മെനക്കെട്ട് നേരത്തെ തുടർന്ന് വരുന്നൊരു മാർഗമുണ്ടല്ലോ, ആ മാർഗം മുസ്തഖീമാണ്, ശരിയാണ് എന്ന് മനസ്സിലാക്കിയ പിന്നെ അതനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ അനുഷ്ഠിക്കാൻ തന്നെ എമ്പാടുണ്ട്. നമുക്ക് ജീവിക്കാൻ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ അനുഷ്ഠിക്കുന്നതുമായ കാര്യങ്ങൾ തന്നെ എമ്പാടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇസ്ലാം ദീനിൽ യഥാർത്ഥത്തിൽ നേരത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിൽ തുടർന്നു വരുന്ന ഇത്തരം രീതികൾക്കെതിരെ ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നതിൽ തഖ്വ ഒരിക്കലും അടങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതിൽ എന്ത് തഖ്വയുള്ളത്? ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്, ഇല്ലാന്നാരും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനൊരിക്കലേ എൻ്റെ നാട്ടിൽ ഒരു സാധു 10-60 വയസ്സായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായി. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി ആയിട്ട് എൻ്റെ അടുത്ത് എന്നെ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിനൊരു ദിവസം കണ്ടുമുട്ടി. അപ്പോൾ അയാളിനോട് ഞാൻ ഇപ്പോൾ ജമാഅത്താണ് കാരണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ 60-ാം വയസ്സിൽ ഇങ്ങനെ ആയത്, ഇത്രയും കാലം അയ്യായിക്ക് നടന്നുകൊണ്ട് ഇപ്പോൾ ഈ അവസാന കാലത്ത് എൻ്റെ ഇങ്ങനെ പറ്റിയത് വെച്ച്. അപ്പോൾ എൻ്റെ മകൻ ശാന്തപുരം കോളേജിലാണ് പഠിക്കുന്നത് കാരണം. അപ്പോൾ ശാന്തപുരം കോളേജിൽ മകൻ പഠിക്കുന്നതുകൊണ്ട് ജമാഅത്താകുക എന്ന് വെച്ചാൽ പിന്നെ ക്രിസ്ത്യാനികളുടെ ലിറ്റിൽ ഫ്ലവറിലൊക്കെ കുട്ടികളെ പറഞ്ഞയച്ചാൽ പിന്നെ അതും ആകണ്ടേ. നമ്മൾ കുട്ടികൾ പഠിക്കേണ്ടത് വിചാരിച്ച് ഓരോന്നും ഇങ്ങനെ ആകല അതിനനുസരിച്ച്. അപ്പോൾ എന്താ ജമാഅത്ത് ഇസ്ലാമിക്കുള്ള കുഴപ്പമെന്ന് ചോദിച്ചു അയാളിനോട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയത് അബൂൽ അല മൗദൂദി അല്ലേ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ ഉണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് റസൂലിനേക്കാണ് വലിയത് മൗദൂദിയാണ് പറഞ്ഞു. അങ്ങനെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ പറഞ്ഞു തരാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റുപറ്റു ചോദിച്ചു. നബിക്ക് തെറ്റുപറ്റു ചോദിച്ചു. തെറ്റുപറ്റും എന്ന് പറഞ്ഞു. എന്നാൽ ഉദാഹരണം പറയാൻ എനിക്ക് ചോദിച്ചു. ഉദാഹരണം പറയാറ്. എന്നൊരു ഉദാഹരണം പറയുന്നത്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അബസവത്തവല്ല എന്നുള്ള ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇസ്ലാമിനെ പറ്റി ഇങ്ങനെ ഖുറൈശികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞ് പറയലേ ആയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെറ്റിങ്ങനെ എണ്ണി പറയാനുള്ള നിങ്ങൾ ഇത് കേൾക്കാനുള്ള മനസ്സ് നമുക്കില്ല, ചെവിയില്ല, അതുകൊണ്ട് നിർത്തി ചെയ്യാറുന്നു. ഇനി അബൂൽ അല മൗദൂദിനെ പറ്റി മൂപ്പരെടുത്ത് തെറ്റുപറ്റിയതിനൊരു 3 ഉദാഹരണം പറയുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു മൗലാനെ പറ്റി ഇപ്പം അങ്ങനെ പറയാൻ കിട്ടുന്നില്ലായിരുന്നു. മൗലാനെ പറ്റി അങ്ങനെ പറയാൻ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോഴോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശന ബുദ്ധിയാ നോക്കി, അബൂൽ അല മൗദൂദിനെ വിമർശന ബുദ്ധിയാ നോക്കിയില്ല, അന്ധമായി അനുകരിച്ചു. അപ്പോൾ റസൂലിന്റെ കുറ്റവും തെറ്റൊക്കെ നിങ്ങൾക്ക് തിരയാൻ തോന്നിയില്ലേ, എന്നിട്ട് രേഖപ്പെടുത്താൻ തോന്നിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറ്റവും തെറ്റും തിരയണവന്റെ മനസ്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. റസൂലിന്റെ തെറ്റും കുറ്റമൊക്കെ ഇങ്ങനെ എണ്ണാൻ തുടങ്ങുന്ന ഒരു കൂട്ടരെ ഓരോ മനസ്സിന്റെ വികാരം. അബൂൽ അല മൗദൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റ് പറ്റും എന്ന് എഴുതിയിട്ടുണ്ട്. അത് അബൂൽ അല മൗദൂദി എഴുതിയത് തെറ്റാണെന്ന് പറയാൻ അവർക്ക് കഴിയൂല. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റ് പറ്റും എന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയും. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? മൗദൂദ് സാഹിബ് റസൂലുള്ളാഹിക്ക് തെറ്റ് പറ്റും എന്ന് എഴുതിയത് തെറ്റാന്നാണ് പറഞ്ഞാൽ പോരെ? അത് പറയില്ല. കാരണം അപ്പോൾ മൗലാനക്ക് തെറ്റിന്ന് പറയേണ്ടി വരൂലേ? ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം കുറച്ച് കാണിക്കുന്നുണ്ട്. ഇതൊരു സത്യമല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എങ്ങനെ സ്നേഹം ഉണ്ടാവുക? പിന്നെ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്നേഹം ഉണ്ടാവണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെർഫെക്റ്റ്നെസ്, റസൂൽ പെർഫെക്റ്റ് ആണ്. റസൂലിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. റസൂൽ അള്ളാഹിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് എന്താ റസൂലിനെ ചെറുതാക്കണം? എന്തിനാ? അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അള്ളാഹിനെ വലുതാക്കാൻ റസൂലിനെ ചെറുതാക്കണം എന്നാ ഓരോ വിചാരം. അതെന്തിനാ? അള്ളാഹിനെ വലുതാക്കാൻ റസൂലിനെ ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹ് റസൂലും വലിയ തന്നെയല്ലേ? അപ്പോൾ ആ വലിപ്പത്തിലാണ് നിന്നാ പോരെ. ദസ്തറ അന്തർ അഹദ് അഹ്മദ് ബിസൻ ഈ ബറാദർ വാറഹ് അബൂ ജഹലതൻ. ദസ്തറ അന്തർ അഹദ് അഹ്മദ് ബിസൻ ഈ ബറാദർ വാറഹ് അബൂ ജഹലതൻ. നീ നിന്റെ ശരീരമാവുന്ന അബൂജഹലിൽ നിന്ന് നിനക്ക് മുക്തി കിട്ടണമെങ്കിൽ നീ നിന്റെ കൈ അഹദിനോടും അഹമ്മദിനോടും ചേർത്ത് വെക്കേ. അല്ലാമ ഇക്ബാലിന്റെ പേർഷ്യൻ കവിതയാണ്. അഹദിനോടും അഹമ്മദിനോടും കൈ ചേർത്ത് വെക്കേ. അഹദിനോട് മാത്രം ചേർത്താൽ പോരാ, അഹമ്മദിനോടും ചേർക്കണം. എന്താ അഹദും അഹമ്മദും തമ്മിലുള്ള വ്യത്യാസം? അഹമ്മദ് എന്നതിലൊരു മീമുണ്ട്, അഹദ് എന്നതിൽ മീമില്ല. ഈ മീമ് എന്തിനെ സൂചിപ്പിക്കണത്? മീമ് മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയുന്ന ഭാഷയിലൊക്കെ നോക്കിയപ്പോൾ മനുഷ്യൻ എന്ന അർത്ഥം സൂചിപ്പിക്കാനുള്ള വാക്കിൽ മീമുണ്ട് അല്ലേ? മനുഷ്യൻ മീമില്ലേ? സംസ്കൃതക്കാരൊക്കെ പറയും മർത്യൻ, മീമില്ലേ? തമിഴന്മാര് മനുതൻ എന്നാ പറയാം, മീമില്ലേ? ഇംഗ്ലീഷുകാരൊക്കെ മാൻ എന്നാ പറയാം, മീമില്ലേ?
പേർഷ്യക്കാരും ഉറുദുക്കാരൊക്കെ പറയും മർദ്, മീമില്ലേ. അറബി ഭാഷയിൽ മർ മീമില്ലേ. അപ്പോൾ മനുഷ്യൻ എന്ന് സൂചിപ്പിക്കാനുള്ള വാക്കുകളിലൊക്കെ മീം ഇങ്ങനെ കാണും. അപ്പോൾ അഹമ്മദും അഹദും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് മനുഷ്യനാണ്, ഒന്ന് അള്ളയാണ് എന്നുള്ളത് തന്നെ. അപ്പോൾ മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണണം. ആ കാണലില്ലാതാക്കാൻ പറ്റൂല. പർശ്വനാന്ന് പറയാൻ പാടില്ല, അതാരും പറയണമില്ല. ഞാൻ ഒരു നബിദിനയോഗത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു മൗലവി ഉണ്ടായിരുന്നു, ഒരു മുജാഹിദ് മൗലവി. അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ റസൂലിന്റെ ജന്മദിനത്തിൽ പ്രസംഗിക്കാൻ പോവുകയാണ് പറഞ്ഞു. നിങ്ങൾ നബിനെങ്ങനെ വലിയതാക്കി അള്ളാന്റെ മർത്തബയിൽ എത്തിച്ചിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പോണതിന് നബിന്റെ ജന്മദിനത്തിൽ പ്രസംഗിക്കാനാ. ജന്മദിനം എന്ന് പറയുന്നതോടുകൂടി തന്നെ അള്ളയും ഇതും തമ്മിലൊരു ബന്ധമല്ല, ആ രീതിയിലുള്ള ബന്ധമല്ല എന്ന് മനസ്സിലായില്ലേ. അള്ളാന്റെ മർത്തബയിലേക്ക് കയറ്റിയാൽ എങ്ങനെ ഇപ്പൊ ജന്മദിനത്തിൽ പ്രസംഗിക്കാൻ പോകുക? അള്ളാഹു ലം യലിദ് വലം യൂലദല്ലേ. അപ്പോ നമ്മൾ ചെയ്യണില്ല, അതിന് വെറുതെ പറയാം. പിന്നെ പറഞ്ഞു ചിലരൊക്കെ അങ്ങനെ ആക്കി എന്നൊക്കെ പറയും. ഏതാ വഹി ജോ മുസ്തവി അർശ് പേ ഖുദാ ഹോക്കർ ഉത്തർ പടാവോ മദീന മേ നബി ഹോക്കർ. അർശിൽ ദൈവമായി ആരോഹണം ചെയ്തവൻ, പിന്നെ ഭൂമിയിൽ മുഹമ്മദായി ഇറങ്ങി വന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ പാടുന്ന കവികളൊക്കെ ഉണ്ട്. അത് നമ്മളങ്ങനെ അംഗീകരിക്കുന്നില്ലല്ലോ. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്കുള്ള അതേ സ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹിനോട് ഹൃദയത്തിൽ സ്നേഹം വരാതെ കൂല. ആ രീതിയിൽ റസൂലിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്നേഹിക്കുക. നമ്മൾ പരലോകത്ത് നരകത്തിൽ ചെല്ലുന്ന സമയത്ത് അള്ളണ്ടായാൽ മാത്രം പോലെ അള്ളാഹു പോരെ എന്ന് പറഞ്ഞങ്ങനെ പാട്ടൊക്കെ എടുക്കണം. നിങ്ങൾ അള്ളാഹു പോരെ, നല്ല പോരാ, റസൂലും വേണം. ആ നിലപാടിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അള്ള പോരേന്ന് ചോദിച്ചാൽ അള്ള പോരേന്ന് നിൽക്കണേന് അതിൻ്റെതായ അർത്ഥമൊക്കെ ഉണ്ടാവും. പക്ഷെ റസൂല് വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? റസൂലിന്റെ മഹത്വം നരകത്തിൽ ആളുകൾ പ്രവേശിക്കുന്ന സമയത്തെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കലെന്താ അറിയാം? കുല്ലമാ ദഹലു ബിഹാ സഅലവും ഹസനത്തു ആലം യുത്തിക്കും നദീർന്ന ചെയ്യും. നരകത്തിൽ നരകവാസികൾ ഇങ്ങനെ ചെല്ലുമ്പോഴേ അവിടെ ഇങ്ങനെ കാവരുക്കുണ്ടാവുക. കാവരുക്കുന്നവർ ചോദിക്കുക ആലം യുത്തിക്കും നദീർ, അല്ല തൗഹീദ് ഉണ്ടായിരുന്നോന്നല്ല ചോദിക്കുക, തൗഹീദ് ഉണ്ടായിരുന്നോന്നല്ല ചോദിക്കുക, അലം യുത്തിക്കും നദീർ, നബി വന്നീന്നില്ലേ. അപ്പോ നബി വന്നീന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുക. അത് പ്രധാനമാണ് ആ ചോദ്യം. ആ രീതിയിൽ തന്നെ നമ്മുടെ നബിക്കുള്ള സ്ഥാനവും മഹത്വം നമ്മുടെ ജീവിതത്തിൽ, അത് റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്തുള്ളത് പോലെ തന്നെ മരിച്ചതിന് ശേഷം, അവിടുത്തെ ദേഹവിയോഗം നടന്നതിന് ശേഷവും അങ്ങനെ തന്നെ നമ്മളൊരു സമീപസ്ഥന. റസൂല് നമ്മുടെ സമീപസ്ഥന, നമുക്കിടയിലുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ആയത്തിൽ പറഞ്ഞില്ലേ, മാകാനല്ലാഹു മുഅദ്ദിബഹും വഅൻത ഫീഹിം, മാകാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അങ്ങ് അവർക്കിടയിലുള്ളപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കൂല. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വരാതെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റസൂലിനെ നമ്മുടെ ഇടയിൽ നിലനിർത്തണം. റസൂലിന്റെ പ്രസൻസ്, റസൂലിന്റെ സാന്നിധ്യം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദേഹവിയോഗത്തിന് ശേഷവും നിലനിർത്തണം. റസൂൽ നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതാവണില്ല. അത്തയ്യാത്തിലുണ്ടാവും. അത്തയ്യാത്തിൽ നമ്മൾ അത്തയ്യാത്ത് നോക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നല്ലേ പറയല്. അലൈക എന്നത് സെക്കൻഡ് പേഴ്സൺ ആണ്. അലൈക്ക, അങ്ങ് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആളോട് പറയുമ്പോഴേ പറയണത്. അസ്സലാമു അലൈഹി അല്ല, അസ്സലാമു അലൈക യാ റസൂലല്ലാഹി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ആളോട് പറയുന്ന വാക്കാണ് നമ്മൾ പറയണത്. കാരണം റസൂൽ നമ്മുടെ സമീപത്താണുള്ളത്. ഒരിക്കലും നമ്മളിൽ നിന്ന് റസൂൽ അകന്നിട്ടില്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തിരിക്കുന്നത് അയാൾ തന്നെ. എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഞാൻ തന്നെ. പിന്നെയാണ് നീ അടുത്തിരിക്കുന്നത്, പിന്നെയാണ് അവൻ അടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഞാൻ ആയതുകൊണ്ടാണ്, ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഞാൻ തന്നെ, ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഉള്ളൂ. ആ എന്നേക്കാൾ റസൂല് നമ്മളോട് അടുത്തയാളാണെന്ന് ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മുടെ സെൽഫിനേക്കാൾ, നമ്മുടെ സ്വന്തത്തേക്കാൾ റസൂല് നമ്മളോട് അടുത്തിരിക്കുന്നു. അത്രയും അടുത്ത ഒരാളോട് പറയുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു തന്നെ പറയണം. അലൈഹി അല്ല പറയുന്നത്, നമ്മൾ അലൈഹി പറയുന്നില്ല. അപ്പോ ഇത്രയും അടുത്ത ഒരു റസൂല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ റസൂൽ ഒരിക്കലും തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമാവാൻ പാടില്ല. അതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ നബിദിന ആഘോഷങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ ചെയ്യണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദേഹവിയോഗത്തിന് ശേഷം സഹാബത്ത് റസൂലിനെ എങ്ങനെ കണ്ടു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഇവിടെ കുറെ വിവരിച്ചു കഴിഞ്ഞല്ലോ. എന്നാൽ റസൂൽ മരിച്ചതിന് ശേഷം സഹാബത്ത് റസൂലിനെ അവിടുത്തെ ജീവിതത്തിൽ നിലനിർത്തിയിരുന്നില്ലേ? റസൂലിന്റെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലേ? ചരിത്ര സംഭവങ്ങൾ എത്രയോ എടുത്തുദ്ധരിക്കാൻ പറ്റും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പുത്രി,
ലമ്മാ റുമിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅത്ത് ഫാത്തിമ ഫഅഖദത് ഖബലതൻ മിൻ തുറാബി ഖബരിഹി വവളഅത്ഹു അലാ ഐനിഹാ വബകത്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലിന്റെ പുത്രി അവിടുത്തെ ദേഹവിയോഗത്തിന് ശേഷം ഖബറിൽ മറവീതതിന് ശേഷം ഖബറിന്റെ അടുത്ത് നിന്നിട്ട് മണ്ണ് വാരി എടുത്തിട്ട് കണ്ണുമ്മൽ വെച്ചിട്ട് നിലവിളിച്ചാൻ തുടങ്ങിയിരുന്നു. അപ്പൊ റസൂല് മരിച്ചതിന് ശേഷം റസൂല് പിന്നില്ലേ ജീവിതത്തിൽ റസൂലിനെ മറവ് ചെയ്ത ഖബറിന്റെ മുകളിലെ മണ്ണെന്നെ എടുത്തുകൊണ്ട് കണ്ണുമ്മ വെച്ചുകൊണ്ട് നിലവിളിച്ചാൻ തുടങ്ങിയെന്നാ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ദേഹവിയോഗത്തിന് ശേഷം റസൂലിനെ അവിടുത്തെ സ്മരണയെയും അവിടുത്തെ വ്യക്തിത്വത്തെയും അവർ ജീവിതത്തിൽ നിലനിർത്തിയില്ലേ. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരിക്കലേ മഴ ഇല്ലാതായ സമയത്ത് സഹാബത്തൊക്കെ വന്ന് ആയിഷ ബീവി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അല്ല മഴ തീരല്ലല്ലോ, എന്താ ചെയ്യാ? മഴ തീരല്ലല്ലോ, നാടാകെ വരൾച്ച ബാധിച്ചിരിക്കാണല്ലോ, എന്താ അപ്പൊ ചെയ്യാ? അപ്പൊ എന്താ സലാത്തുൽ ഇസ്തിസ്ഖാ നേരത്തെ അവർക്ക് നിശ്ചയല്ലേ. മഴ അല്ലെങ്കിൽ എന്താ ചെയ്യാന്ന് അവർക്ക് അറിയില്ലേ? സലാത്തുൽ ഇസ്തിസ്ഖാ എന്നുള്ള നിസ്കാരം ഉണ്ടല്ലോ, നിസ്കരിക്കല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അള്ളാഹിനോട് ദുആ പോരെ? ഇവര് ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ സന്നിധിയിൽ വന്നിട്ട് പറയാ മഴയില്ല, നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹുവിന് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയിട്ട് അള്ളാഹിനോടാണ് ദുആ ഇരുന്നോളി എന്നല്ല പറഞ്ഞത്. നിങ്ങൾ പോയിട്ട് സലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ചോളൂ എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഉൻദുറു ഇലാ ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്അലൂഹു കവ്വൻ ഹത്താ ലാ യകൂന ബൈനകും വബൈന സമായി സഖ്ഫുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ നേരെയാണ് നോക്കി, എന്നിട്ട് ആ ഖബറിനെ ആകാശത്തേക്കുള്ള ഒരു കവാടമാക്കി, ഒരു പഴുത്, ഒരു കവാടമാക്കി. എന്നിട്ട് നിങ്ങൾക്കും ആകാശത്തിനും ഇടയിൽ മറയില്ലാതിരിക്കാൻ റസൂലുള്ളാഹിന്റെ ഖബർ കൂടി നോക്കി ആ ഖബർ കൂടി ആകാശത്തേക്ക് ഒരു കവാടം നിങ്ങൾ സൃഷ്ടിക്കുന്നതിനോട് ചോദിച്ചുകൂടി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സഹാബത്ത് ചെയ്തത്? സഹാബത്ത് എന്താ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം എന്താ ചെയ്തത്? അവിടുത്തെ ഖബറിനൊന്നും പ്രാധാന്യം കൽപ്പിച്ചില്ലേ? അവിടുത്തെ ഖബറിലൂടെ ആകാശത്തേക്ക് നോക്കാനാ പറഞ്ഞത്. എന്നിട്ട് മഴയാണ് ചോദിക്കും, അങ്ങനെ ചോദിക്കുകയും ചെയ്തു, മഴ പെയ്യുകയും ചെയ്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹവിയോഗത്തിന് ശേഷം റസൂലിനെ സഹാബത്ത് എങ്ങനെ കണ്ടു? ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യമനിൽ ഇവിടെ ഷാമില സ്വപ്നം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. മാ ഹാദിഹിൽ ജഫൂഅതു യാ ബിലാൽ അമാ ആന ലകാൻ തസൂറനി യാ ബിലാൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ് സ്വപ്നത്തിൽ, ബിലാൽ എന്താണ് ഇങ്ങനെ അകന്നു നിൽക്കുന്നത്? അമാ ആന ലകാൻ തസൂറനി യാ ബിലാൽ, എന്നെ സന്ദർശിക്കാൻ വരുന്നില്ലേ? ഇത് കേട്ടതോടുകൂടി ഫന്തബഹ ഖായിഫൻ വജിദൻ, ബിലാൽ റളിയല്ലാഹു അൻഹു ഞെട്ടി ഉണർന്നു. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അറിയാം താനായത് എങ്ങനെ ആരെ കൊണ്ടാന്ന് അറിയാം. നേരത്തെ അറേബ്യയിലെ ആകെ അടിമത്തം, അടിമകളുടെ ബിലാല് ഉമയ്യത്തിന്റെ അടിമല്ലേ, ആ അടിമ ഇസ്ലാമിൽ വന്നതോടുകൂടി എത്ര ഉയർന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഖാസിമി അദ്ദേഹത്തിന്റെ പ്രസംഗത്തില്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അറേബ്യയിലെ ഏറ്റവും വലിയ കുലീനൻ, ഏറ്റവും വലിയ പ്രമുഖൻ, ഏറ്റവും ധനാഢ്യൻ, കുബേരൻ. അദ്ദേഹത്തിന്റെ മകളെ കെട്ടിച്ചു. മകളെ കെട്ടിച്ചു കൊടുത്തു. ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? നമ്മളിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെ കൊണ്ടുപോയി ചെയ്യുമെന്ന്. ഒരു പുതിയാപ്പിള വരുന്നുണ്ട്, മോള് അത്യാവശ്യം സുന്ദരിയാണ്, കാണാൻ തിരക്കടൊന്നുമില്ല. പുതിയാപ്പിള വരുന്നുണ്ട്, പുതിയാപ്പിളക്ക് നിറല്ല, കുറച്ച് കറുത്തിട്ടാ. ദീനുണ്ടോ? ദീനുണ്ട്. സ്വത്തുണ്ടോ? സ്വത്തുമൊക്കെ ഉണ്ട്. അങ്ങനെ പലതും ഉണ്ട്, പല ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ആള് കറുത്തിട്ടാ, നിറല്ല. കെട്ടിച്ചു കൊടുക്കാൻ നമുക്കിന് മനസ്സ് വരുമോ? അയാൾക്ക് ദീനില്ലായിട്ടല്ല, ഇസ്ലാമില്ലായിട്ടല്ല, മറ്റു ഗുണങ്ങളും സൽസ്വഭാവം ഒന്നും ഇല്ലായിട്ടല്ല. പക്ഷെ നിറം കുറച്ച് കുറവായാൽ കെട്ടിച്ചു കൊടുക്കാനൊരു മനസ്സിൽ വരൂല. അപ്പൊ എന്താ ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും വലിയ പ്രശ്നം യുവാക്കളുടെയൊക്കെ സൗന്ദര്യബോധാണ്, സ്ത്രീധനൊന്നുമല്ല. ഓരോരുത്തരും പറയും സ്ത്രീധന വലിയ പ്രശ്നം, അത് പ്രശ്നം തന്നെ ആയിരിക്കാം. പക്ഷെ സ്ത്രീധനത്തെക്കാൾ വലിയ പ്രശ്നം ചെറുപ്പക്കാരെ സൗന്ദര്യബോധം എന്നാണ്. ഗൾഫിലൊക്കെ പോയിങ്ങാണ്ട് പല പെണ്ണുങ്ങളെയും കണ്ടുകൊണ്ട് അതൊക്കെ മനസ്സിൽ വെച്ച് വന്നുകൊണ്ട് നാട്ടിൽ കൂടി തരുമ്പോൾ കാണുന്നതൊന്നും പറ്റുന്നില്ല. ടിവിയിലൊക്കെയാണ് കണ്ടുകാണ്ടേ ഓരോ സുന്ദരികളെ കണ്ടിട്ട്, ലോകസുന്ദരികളെയൊക്കെ കണ്ടിട്ട് അത് മനസ്സിൽ വെച്ച് കണ്ടിട്ട് തരികയല്ലേ. ഐശ്വര്യ റായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തര്. അപ്പൊ പറ്റണില്ല സൗന്ദര്യബോധം. ബാക്കിയുള്ള ഗുണങ്ങളൊക്കെ തികഞ്ഞാലും സൗന്ദര്യം മതിയാകണില്ല. ഇതൊരു വലിയ പ്രശ്നമല്ലേ. ഇപ്പോൾ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ പൈസ അല്ലെങ്കിൽ പിരിച്ചുണ്ടാക്കും, സൗന്ദര്യം പിരിച്ചുണ്ടാക്കാൻ പറ്റുമോ? മറ്റത് കാശില്ലെങ്കിൽ നമുക്ക് പിരിച്ചു നോക്കാം, ആൾക്കാരോടൊക്കെ പറഞ്ഞെങ്കിലൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. അതേ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അറേബ്യയിലെ ഏറ്റവും കുലീനനായ, ഏറ്റവും ധനാഢ്യനായ, പ്രമുഖനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വന്തം ആള് കെട്ടിച്ചു കൊടുക്കണം. ഇത്രത്തോളമൊക്കെ ഇസ്ലാമിൽ വന്നതിന് ശേഷമാണ് മാറ്റമുണ്ടായത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഇപ്പോഴല്ലേ ആയി, അമേരിക്ക ഉണ്ടായിട്ട് എത്ര കൊല്ലമായി?
അമേരിക്ക ഉണ്ടായിട്ട് എത്ര വർഷമായി, എന്നിട്ട് ഇപ്പോഴല്ലേ ഒരു കറുത്താള് പ്രസിഡന്റ് ആയത്. അതന്നെ ഇപ്പം വേണ്ടിയിരുന്നില്ലാന്നാവും ചെയ്തിരിക്കുന്നു. പേപ്പറിൽ വേണ്ടിയിരുന്നില്ല. 55% ആൾക്കാർക്ക് ഒബാമനെ പറ്റിയുള്ള അഭിപ്രായം പോയി എന്ന് പറഞ്ഞപ്പോ. അതേ സമയത്ത് ഈ പിന്നെ ഇത്രയും വലിയ നാഗരികത ഇപ്പോഴും അല്ലേ ഹോട്ടലിലൊക്കെ എഴുതിയേക്കല്ലേ, ഇഫ് ദേ ആർ വൈറ്റ് ദേ ആർ ഓൾ റൈറ്റ്, ഇഫ് ദേ ആർ ബ്ലാക്ക് ലെറ്റ് ദം ബാക്ക്. കറുത്തവനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, പോയിക്കോട്ടെ, വെളുത്തവനാണെങ്കിൽ വന്നോട്ടെ എന്ന് ഹോട്ടലിലടക്കം ഉണ്ടാവും എഴുതി വെച്ചിട്ട്. അതാണ് ഇത്രയും നാഗരികത, കൾച്ചറും സിവിലൈസേഷനും ഒക്കെ വളർന്ന് വികസിച്ചു എന്നൊക്കെ പറയണേ, ശാസ്ത്രം ഇത്ര വികസിച്ചു എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുടെ സ്ഥിതി എന്താ? അതേ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അറിയാം, അദ്ദേഹത്തിന് ഇസ്ലാമിൽ വന്നതിന് ശേഷമുണ്ടായ സ്ഥാനം. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു ഫന്തബഹ ഖായിഫൻ വജിലൻ, അദ്ദേഹം ഞെട്ടി ഉണർന്നിട്ട് അദ്ദേഹം പായാണ്, കുതിരപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വരിക. ഫഅതാ ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്നു. ഫജഅല യബ്കി, ബിലാൽ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. വജഅല യുമർരിഖു വജ്ഹഹു അലാ ഖബരിഹിന, ഖബറിമിട്ടുകൊണ്ട് മുഖം ഇങ്ങനെ തിരിച്ചും മറിച്ച് ഉരസാൻ തുടങ്ങി അസ്വസ്ഥത കൊണ്ട്. ഇങ്ങനെ ചെയ്തു സഹാബത്ത്. ഇന്ന് സൗദി അറേബ്യ ചെന്നിട്ട്, ഇന്ന് പോടോ വഹാബികളൊക്കെ അല്ലേ ഭരിക്കണതേ, സൗദി അറേബ്യ ചെന്നുകൊണ്ട് ഖബറിന്റെ അടുത്ത് ഇങ്ങനെ നിന്ന് കരയൊക്കെ ചെയ്താൽ എന്തേ കാരണം? ആ കരച്ചിലാണ് നീളും. അതന്നെ ഖബറുമലങ്ങാനും മുഖം വരസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ ശിർക്കും വിദേഹത്തും പിന്നെന്തൊക്കെ ഉണ്ടാകുക നമുക്കറിയില്ല. അതേ സമയത്ത് സഹാബത്ത് ചെയ്തത് എന്താ? സഹാബത്ത് റസൂലിനെ കണ്ടത് എന്താ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടുത്തെ ആദർശത്തെ, അവിടുന്ന് കൊണ്ടുവന്ന പിന്നെ ചിന്താഗതികളെ പിന്തുടരുക എന്നതല്ല, അതതിൻ്റെ ഫലമായിട്ടുണ്ടാവേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹ് പരിചയപ്പെട്ടിരിക്കുന്നത് എന്താ? വലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്നാണ്. മാതൃക എന്ന് പറഞ്ഞാൽ മോഡലാണ്. മോഡലിനെ നമ്മൾ അനുസരിക്കുകയല്ല അനുകരിക്കുക ചെയ്യുക, അല്ലേ? മോഡൽ മുന്നിൽ വെച്ചെന്നാൽ ഈ മോഡൽ അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ആ മോഡലിനെ അനുസരിക്കുക എന്നതിനേക്കാൾ അനുകരിക്കുകയാണ് ചെയ്യേണ്ടത്. അനുകരിക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? അനുകരിക്കാൻ സാധിക്കണമെങ്കിൽ പിന്നെ ഹീറോ ആവണം. മനസ്സിൽ ഹീറോ ആവണം, നമ്മുടെ ഉള്ളിൽ ഹീറോ ആവണം. ഹീറോ ആവുമ്പോഴാണ് നമുക്ക് അനുകരിക്കാൻ പറ്റും. ഹീറോ ആയ നിങ്ങൾ കണ്ടിട്ടില്ലേ കുട്ടികളൊക്കെ? ഇതൊന്ന് പോയി മുടി മൊട്ടടിച്ചു എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നിനെ കിട്ടൂല മൊട്ടടിച്ചാൽ, അല്ലെ? ഒരു കുട്ടിനെ വിളിച്ചാടിച്ചൊന്ന് പോയി തലമുടി മൊട്ടടിച്ച കാരണം അവൻ മൊട്ടടിച്ചില്ല. ഉസ്താദന്മാരും പിന്നെ അധ്യാപകരും പെരിയിലും ആപ്പിയമ്മയും ഒക്കെ പറഞ്ഞ് മുടി മൊട്ടടിച്ച് കാരണം അവനെ കിട്ടൂല. ഏതെങ്കിലും ഒരു സിനിമയിൽ വല്ല മമ്മൂട്ടിയോ മോഹൻലാലോ ഒന്ന് മുടി മൊട്ടടിച്ചുകൊണ്ട് അഭിനയിച്ചാലോ, പിന്നെ ഈ അഭിനയിക്കുന്ന സമയത്ത് മാത്രമേ മുടി മൊട്ടടിച്ചിട്ടുണ്ടാവുള്ളൂ. ഇവൻ പിന്നെ ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ മുട്ടടിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താ? ഓൻ്റെ ഉള്ളിലെ ഹീറോ മമ്മൂട്ടിയാണേ, അല്ലെങ്കിൽ മോഹൻലാലാണ്, അല്ലെങ്കിൽ ആരോ വെച്ചാൽ അയാളാണ്. ഇനി അതല്ലെങ്കിൽ വല്ല ക്രിക്കറ്ററോ, അതല്ലെങ്കിൽ വല്ല പിന്നെ ഫുട്ബോളറോ, ഇങ്ങനെ ഏതെങ്കിലും ഒരു കളിക്കാരൻ, ഏതെങ്കിലും ഒരു അഭിനേതാവ്, ഏതെങ്കിലും ഒരു ആക്ടർ, ആക്ട്രസ്, ഇവരോടുള്ള അനുകരണം. എന്താ കാരണം? മനസ്സിന്റെ ഉള്ളിൽ ഹീറോ ആയി. നിങ്ങള് തുണിന്റെ ഉള്ളിൽ കൂടെയൊക്കെ ട്രൗസർ പുറത്തേക്ക് കണ്ടാലേ കളിയൊക്കെ മുമ്പ് ചെയ്യുന്നത്. എൻ്റെ തുണിന്റെ ഉള്ളിൽ കൂടെ ആ ട്രൗസർ പുറത്തേക്ക് കാണും, തുണി താത്തിട്ടാന്ന് പറയും, അല്ലേ? ഇപ്പൊ എന്താ ട്രൗസർ തുണിന്റെ ഉള്ളിൽ കൂടി കാട്ടാത്തതെന്ന് ഈ കാര്യം ചോദിക്കുക. കാരണം എന്താണ്? ഏതോ സിനിമാക്കാരൻ ചെങ്ങായി ആരോ ഇങ്ങനെ ട്രൗസറൊക്കെ പുറത്തേക്ക് കാട്ടിങ്ങാണ്ട് സിനിമയിൽ അഭിനയിച്ചു. ഈ കാരണത്താൽ കാരണം എന്താ? ഉള്ളിൽ ഹീറോ ആണ്. എടോ മുമ്പ് ഗൾഫിൽ നിന്ന് ഇത് അനുകരിച്ച് വെച്ച് ഗൾഫിൽ നിന്ന് വാപ്പ 3 അയച്ചു കൊടുത്ത കഥ പറഞ്ഞതാണ്. 3 വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തു, ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു. അങ്ങനെ ഓനതൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ തുണിയൊക്കെ നല്ല ഉയർത്തി കുത്തിക്കാണ്ട് ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരു ദിവസം ഓനത് ഇടാൻ മറക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ മറന്നു. അങ്ങനെ ഇങ്ങനെ ഇരിക്കാത്രേ. ഇരിക്കുമ്പോൾ ചെറുക്കന്മാരൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുമ്പോൾ, നിങ്ങളെന്താ ചിരിക്കണത്? ഇതുപോലത്തെ 2 ഇനിയും കുടിയിലുണ്ട്. ഇത് ആഭാസം. ഇത്തരത്തിലുള്ള ആഭാസമൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? അനുകരണം കൊണ്ട്. ആരെ അനുകരിക്കുന്നു? സിനിമ ആക്ടർമാരെ അനുകരിക്കുന്നു, ഫുട്ബോളേഴ്സിനെ അനുകരിക്കുന്നു, ക്രിക്കറ്റേഴ്സിനെ അനുകരിക്കുന്നു. അപ്പോൾ അനുകരണം കൊണ്ട് ഇങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഉള്ളിൽ ഹീറോ ആവുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഹീറോ ആവുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാണ് ഹീറോ ആവേണ്ടത്? അവിടെയാണ് അള്ളാഹ് പറഞ്ഞത് വലക്കും ബി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ ഉള്ളിൽ ഹീറോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം എല്ലാ നിലക്കുള്ള മാതൃക
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തിനും മാതൃകയാക്കാൻ പറ്റുന്ന ലോകാവസാനം വരെയുള്ളവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ അന്യൂനമായ കുറ്റമറ്റ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അത് റസൂലിനെ അങ്ങനെ ഹീറോ ആക്കാൻ സാധിക്കണം മനസ്സിൽ. അപ്പോഴും റസൂലിനെ പറ്റി വിചാരം ഉണ്ടാവുക. ഒരിക്കലും റസൂലിനെ മറക്കാതെക്കാം. റസൂലിന്റെ അസ്തിത്വവും വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ദേഹവിയോഗ ശേഷവും ഉണ്ടായിരിക്കുക. അങ്ങനെ എന്നും ഉണ്ടായിരിക്കുക. അള്ളാഹിനോട് മാത്രം അടുത്താൽ പോരെ, റസൂലിനോടും അടുക്കുക. അള്ളാഹിനോട് അടുക്കാൻ സലാത്തല്ലേ, റസൂലിനോട് അടുക്കാനും സലാത്ത് തന്നെ. അള്ളാഹിനോട് അടുക്കാൻ നിസ്കാരം എന്നുള്ള പേരിലുള്ള സലാത്ത്, റസൂലിനോട് അടുക്കാൻ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന സലാത്ത്, രണ്ടും സലാത്ത് തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അടുക്കണം എപ്പോഴും എന്നതിനാണല്ലോ ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈ നബിദിന പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ പ്രധാനമായിട്ട്? സലാത്ത് ചെല്ലണമെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. ഖുർആനിന്റെ കൽപ്പനയല്ലേ, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഇടയിൽ സലാത്ത് നടക്കണില്ല? ബാക്കിയുള്ളവരുടെ ഇടയിൽ സലാത്ത് നടക്കാതെക്കാൻ കാരണം അതിന് അവസരം ഉണ്ടാക്കായിട്ട്. അവസരം ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. എത്ര ആഹ്വാനം ഉണ്ടെങ്കിലും ആജ്ഞ ഉണ്ടെങ്കിലും അതിന് അവസരം സൃഷ്ടിക്കണം. ഇപ്പം നമ്മളോട് നിസ്കരിച്ചോളെന്ന് പറഞ്ഞാൽ അങ്ങനെ നിസ്കരിക്കൊന്നുമില്ല. 5 നേരം എന്നിട്ട് നിശ്ചയിച്ച് അതിനൊരു ഓർഡറൊക്കെ ഉണ്ടാക്കി തന്നാൽ അതിന് നടക്കും. നോമ്പ് വെച്ചോളെന്ന് പറഞ്ഞാൽ നടക്കൂല. റമദാൻ മാസം നിശ്ചയിച്ചു കണ്ട് ഒരു മാസം അങ്ങനെ ഒരു ഓർഡർ ഉണ്ടാക്കി തന്നാൽ നടക്കും. അതേപോലെ സലാത്തിന് ഒരു സന്ദർഭം ഉണ്ടാവണം, ഒക്കേഷൻ ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ സലാത്ത് ആഴ്ചക്ക് സലാത്ത് സംഘടിപ്പിക്കുമ്പോൾ സലാത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ആ സലാത്ത് പിന്നെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കണ്ടോ? നിങ്ങൾ ചെന്ന് നോക്കൊണ്ട് ഏതെങ്കിലും മുജാഹിദീങ്ങളെ ജമാഅത്തിലെ പള്ളിക്കലൊക്കെ ചെന്ന് കണ്ട് നോക്കിയിരുന്ന ഈ റസൂലിനോട് ഒരു റസൂൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുണ്ടാവും. ആരും സലാത്തിലുണ്ടാവില്ല. എനിക്ക് ഉണ്ടെങ്കിൽ ഒരു പറയുന്നത് ചിലപ്പോൾ മെല്ലെ ചെല്ലുന്നുണ്ട് എന്നൊക്കെ ചിലർ പറയലുണ്ട്. മെല്ലെ ചെല്ലുണ്ടെങ്കിൽ എന്താ മെല്ലെ ചെല്ലണത്? ഒരാൾ മനസ്സിലുള്ളത് ഉറക്കനെ പറയാൻ തോന്നൂലേ? ഉള്ളിൽ വരുന്നതിനനുസരിച്ചുകൊണ്ട് വറഫഅനാൽ അതൊക്കെ ദിക്റക, അങ്ങയെക്കുറിച്ചുള്ള പ്രസ്താവനയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നാമം അള്ളാഹ് ഉറക്കനെ പറയണേ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഉറക്കനെ തന്നെയാണ് പറയേണ്ടത്, പതുക്കല്ല പറയേണ്ടത്. അപ്പോൾ ഒക്കേഷൻ, സന്ദർഭം സൃഷ്ടിച്ചെങ്കിലേ ഇത്തരം സംഭവങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലണമെങ്കിൽ എന്ത് വേണം? ഇത്തരം സന്ദർഭങ്ങൾ സൃഷ്ടിക്കണം. പിന്നെ ഇത് ബിദ്അത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ചോദിക്കും. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? ഉമറത്താവിന്റെ ഇങ്ങനെ ചോദിക്കും, വെറുതെ ചോദിക്കും. ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഇനാമ് എന്നൊക്കെ പറഞ്ഞ് ഒരിടത്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടെന്ന് തെളിയിക്കണവർക്ക് ഇനാമും കൊടുക്കുന്നൊക്കെ പറഞ്ഞ് തെളിയിക്കും. എന്നാൽ നമ്മൾ തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഈ പിന്നെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ചതിന്റെ വാർഷികമാണല്ലോ ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജനിച്ചതിന്റെ വാർഷികമാണല്ലോ നമ്മൾ നബിദിനായിട്ട് കൊണ്ടാടുന്നത്. എന്നാ കേരള നദുവത്തുൽ മുജാഹിദീൻ ജനിച്ചതിന്റെ വാർഷികം കൊണ്ടാടലില്ലേ? ഇത്രാം വാർഷികം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചങ്ങരംകുളത്തും പിന്നെ വയനാട്ടിലും പലയിടത്തൊക്കെ നടന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കാർ ഹിറ നഗർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർഷികം നടത്തിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ തുടങ്ങിയതിന്റെ വാർഷികം നടത്തിക്കണം. 23 കൊല്ലം 23 കൊല്ലം ജീവിച്ചില്ലേ? ഈ 23 കൊല്ലം ജീവിച്ചിട്ടും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു വർഷവും താൻ ഇസ്ലാമിക പ്രബോധനം തുടങ്ങിയതിന്റെ വാർഷികമാണ് ഈ കൊണ്ടാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടാടിയില്ലല്ലോ. അങ്ങനെ കൊണ്ടാടിയതായിട്ട് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ തെളിയിക്കണില്ലെങ്കിൽ പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർഷികങ്ങളൊക്കെ കൊണ്ടാടുന്നത്? അപ്പോൾ റസൂൽ ജനിച്ചതിന്റെ വാർഷികം കൊണ്ടാടാൻ പാടില്ല എന്നും സംഘടന ജനിച്ചതിന്റെ വാർഷികം കൊണ്ടാടാൻ പാടുണ്ടെന്നും പറയുന്നതിന്റെ അർത്ഥം എന്താ? സംഘടന പ്രധാനമാണ്, റസൂലിന്റെ ജനനം പ്രധാനമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തം സംഘടനയുടെ ജനനം പ്രധാനമാണ്, അതുകൊണ്ട് അവർ കൊണ്ടാടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനം അവർക്ക് പ്രധാനമായി തോന്നുന്നില്ല, അതുകൊണ്ട് അവർ കൊണ്ടാടുന്നില്ല. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനമാണ് മറ്റേതിനേക്കാളൊക്കെ പ്രധാനം, അതുകൊണ്ട് നമ്മളിത് കൊണ്ടാടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ രീതിയിൽ ചെറുതായി കാണിച്ചു. നിങ്ങൾ കേട്ടില്ലേ സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്? സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നതിന് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? റസൂലിനോട് ആദരവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യൻ എന്നിങ്ങനെ പറയാൻ കഴിയുമോ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ എന്നാ ചോദിക്കുക. എന്താ? ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് പറയാൻ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുണ്ട്, സൂറത്തുൽ കഹ്ഫിലുണ്ട്, വേറെയും പലയിടത്തൊക്കെ ഉണ്ട്. അത് നമ്മൾ ഓതുന്നുണ്ടല്ലോ, അൽ കഹ്ഫ് സൂറത്ത് എല്ലാ ആഴ്ചയും നമ്മൾ ഓതുന്നുണ്ടല്ലോ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. പക്ഷെ എന്താ വ്യത്യാസം? നമ്മൾ നേരെ മനസ്സിലാക്കണു, മറ്റൊരു നേരെ മനസ്സിലാക്കിയില്ല. അപ്പോൾ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്, അതൊരു മുഖവുരയാണ്. മറ്റൊരു കാര്യം പറയാനുള്ള മുഖവുരയാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൻ്റെ അന്തക്കേടല്ലേ അല്ലേ? ഞാൻ അപ്പോൾ നിങ്ങളുടെ നിന്നാണ് ഇങ്ങനെ പറയാം ഞാനൊരു മനുഷ്യനാണെന്ന് പറയുന്നത്.
കണ്ടാൽ മനസ്സിലാകണതല്ലേ ആ മനുഷ്യനാണെന്ന്. പിന്നെ ഇതിനത് പറയാൻ നിൽക്കണത്? നിങ്ങളൊക്കെ മനുഷ്യന്മാരാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം. ഒക്കെ കണ്ടാൽ മനസ്സിലാകണതല്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കണ്ടാൽ മനസ്സിലാകണല്ലേ മനുഷ്യനാണെന്ന്. പിന്നെ ഇതിനെ ഖുർആനിൽ പറയേണ്ടത്? അപ്പോൾ അത് മറ്റൊരു കാര്യം പറയാനുള്ള മുഖവുരയാണ്, ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ തങ്ങാൻ പാടുണ്ടോ? കൺക്ലൂഷൻ മനസ്സിലാക്കണ്ടേ? കൺക്ലൂഷനിൽ എത്തുന്നതിൻ്റെ മുമ്പ് ഇൻട്രൊഡക്ഷനിൽ അവസാനിപ്പിച്ചാൽ എങ്ങനെ? ഒരു സർക്കസുകാരൻ വന്നുകാണ്ടേ എടോ, ഒരു സർക്കസുകാരൻ വന്നുകാണ്ട് ഒരു കടലാസ് ഇങ്ങനെ കാണിച്ചു തന്നുകാണ്ട് ഇത് കേവലം ഒരു വെള്ളക്കടലാസ് മാത്രം. അയാളെ നമുക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള അതേ കടലാസ് ഇക്കാരം അയാൾ പിന്നെ 10ന്റെ നോട്ടോ 100ന്റെ നോട്ടോ ആയിട്ട് പിന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ കടലാസാണ് ഈ നോട്ടാക്കിയിരിക്കണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇത് കടലാസ് മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണമല്ലോ. ആ പണിയാണ് ആദ്യം ചെയ്യണത്. അത് കടലാസ് മാത്രം എന്ന് പറഞ്ഞാൽ അയാൾ കൂടി പരി പോകാനല്ല. അത് പറഞ്ഞിട്ട് പിന്നെ അതേ കടലാസ് ഒരു 100ന്റെ നോട്ടോ 1000ന്റെ നോട്ടോ ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാനാണ്. അതേപോലെ അല്ലാഹു തആല പറയണേ ഇന്നമാന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് പറയണു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണു. പക്ഷെ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താനല്ല, മനുഷ്യനാണെന്ന് പറഞ്ഞതിന് ശേഷം ആ മനുഷ്യനാണ് യൂഹായിലയ്യ, ഈ നബി ആയിരിക്കണത് എന്ന് പറയാനത് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് പറയേണ്ട ആവശ്യം തന്നെ അല്ലല്ലോ. അങ്ങനെ ഇത് മാത്രം എടുത്തുകൊണ്ട് കേവലം സാധാരണ മനുഷ്യനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറഞ്ഞ് ചെറുതാക്കുക. അങ്ങനെ ചെറുതാക്കിയാൽ നമുക്ക് താല്പര്യവും സ്നേഹവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരങ്ങനെ ചെറുതാക്കണമെന്നവർക്ക് സ്നേഹമില്ലാത്തത്. അപ്പോൾ അവർക്ക് അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള അത് നരകത്തെ പേടിച്ചു കണ്ടേ, ഇല്ലെങ്കിൽ നരകത്തിൽ പോവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അനുസരിച്ചിട്ടുള്ള നരകത്തിൽ പോവുള്ളൂ എന്ന് പേടിച്ചു കണ്ടേ. അപ്പോൾ ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അനുസരണം മാത്രമാണ് അവരുടേത്. റസൂല് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ നമുക്ക് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ പടച്ചോന്റെ കൽപ്പനകൾ നമുക്ക് അറിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കണം, അനുസരിക്കണം. അതുകൊണ്ട് അനുസരിക്കാന്നാ. അപ്പോൾ അതിൽ മനസ്സിൽ സ്നേഹമൊന്നും ഉണ്ടാവില്ല. അനുസരണം പല നിലക്കും ഉണ്ടാവാലോ. അപ്പോൾ പോലീസുകാരനെ നമ്മൾ അനുസരിക്കും. മൂപ്പരോട് എന്ത് സ്നേഹം നമുക്കുള്ളത് അല്ലേ? കാറൊക്കെ വിട്ടുപോണ സമയത്ത് ട്രാഫിക് ഐലൻഡിൽ പോലീസൊക്കെ ഉണ്ടാവും. ആ പോലീസ് കാണുള്ളൂ വിചാരിച്ചുകൊണ്ട് നമ്മൾ പോലീസിനെ അനുസരിക്കണില്ലേ? പോലീസിനോട് എന്ത് സ്നേഹമുള്ളത്? പോലീസിനെ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവണ പ്രത്യാഘാതവും പോലീസുകാരെ പേടിച്ചിട്ടും അനുസരിക്കല്ലേ ചെയ്യുന്നത്. അതല്ല വേണ്ടത്, മഹബത്ത് വേണം. അനുസരണം സ്നേഹം ഇല്ലാതെ ഉണ്ടാവാം. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞതാ ഞാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പാനെ കാണും, ഉമ്മാനെ കാണും, എല്ലാവരെയും കാണും, എന്നോട് സ്നേഹമാവണമെന്നാണ്. അതേ ആവുള്ളൂ. അങ്ങനെ സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മനസ്സിലാക്കുന്നതോടുകൂടി അറിയുന്നതോടുകൂടി അങ്ങനെ ആവുള്ളൂ. അത് നമ്മൾ മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാവരും. കേട്ടോ, ഈ പിന്നെ എത്രയെത്ര കവിതകളുണ്ട് ആ മുസ്ലിങ്ങൾ എഴുതിയിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി. ശ്രീനാരായണ ഗുരു എഴുതിയ കവിത ഉണ്ട്, ശങ്കരക്കുറുപ്പ് എഴുതിയ കവിത ഉണ്ട്, വള്ളത്തോൾ എഴുതിയ കവിത ഉണ്ട്. നമ്മളെ കേരളത്തിൽ മലയാള കവികളിനെ തന്നെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിത്വവും അവിടുത്തെ അറിയുന്നതോടുകൂടി കവിത എഴുതുക എന്ന് പറഞ്ഞാൽ കേവലം എഴുത്തുകാർക്ക് അവിടെ എഴുതാൻ പറ്റുന്ന ലേഖനം എഴുതണമാതിരി എഴുതാൻ പറ്റുന്നതല്ല. കവിത എഴുതാൻ സഹായിക്കണമെങ്കിൽ മനസ്സിൽ തട്ടണം. നമ്മൾ വികാരത്തെ സ്പർശിക്കണം. വികാരത്തെ സ്പർശിക്കുമ്പോഴേ കവിത വരുള്ളൂ. അപ്പോൾ എത്രയോ മലയാളികളായ അമുസ്ലിം കവികൾ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയെ അതാ പിന്നെ ശങ്കരക്കുറുപ്പ് കവിത എഴുതിയിട്ടുണ്ട്, വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്, നമ്മുടെ കേരളീയരായ ഒരുപാട് കവികൾ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപ്പാലം പണിത പ്രവാചക, അങ്ങയെ പുൽകും 1000 ഓർമ്മകൾ കുന്തുരുക്കം പുകച്ചെത്തും ഈ വേളയിൽ. റബീഉൽ അവ്വലൊക്കെ സുകുമാർ കക്കാട് എന്നുള്ള കവി അദ്ദേഹത്തിന്റെ കവിതാ പുസ്തകത്തിൽ എഴുതി. അപ്പോൾ കണ്ടോ, ഇങ്ങനെ റസൂലിനെ സംബന്ധിച്ച് അറിയുന്നവർക്കൊക്കെ മുസ്ലിം ആവാതിരുന്നിട്ട് പോലും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സ്നേഹം വരുന്നത്, ആദരവ് വരുന്നത്, ബഹുമാനം വരുന്നത്, സ്നേഹം വരുന്നത്. കാരണം അറിയുന്നതിനനുസരിച്ച് അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം അവിടുന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, അവിടുത്തോട് തുല്യമായിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ സാധിക്കൂല. ഈ ലോകത്ത് പെർഫെക്റ്റ് മാൻ, എല്ലാറ്റിനും പെർഫെക്റ്റ്, ഒരു കാര്യത്തിനും ഒരു ന്യൂനതയും ഇല്ലാത്ത ജീവിതത്തിൽ മനുഷ്യരാശിയുടെ മുഴുവൻ അത് അവിടുത്തെ വ്യക്തിത്വം കേവലം അവിടുന്ന് ആമിന ബീവിയുടെ ഗർഭാശയത്തിലൂടെ ഭൂജാതനായത് മുതൽക്കുള്ളതല്ല. ആദം നബി അലൈഹി ഇസ്ലാം നമുക്കറിയുന്ന കാര്യമാണല്ലോ. ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് പഴം തിന്ന സംഭവം ഉണ്ടല്ലോ. ആ സംഭവം പറയുന്നിടത്ത് അല്ലാഹു തആലയോട് പശ്ചാത്തലിക്കുകയാണ്. അപ്പോൾ ലയിൻ സഅൽതുക ബി മുഹമ്മദിൻ ലഗഫർതലി, മുഹമ്മദിന്റെ പേരിൽ ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് പുറത്തു തരുമല്ലോ. അപ്പോൾ അല്ലാഹു തആല ചോദിച്ചു, കൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു, അല്ല ഞാൻ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പരിചയപ്പെട്ടത്? അപ്പോൾ അള്ളാഹിനോട് ആദം നബി അലൈഹി സ്വലാം പറയുന്നത് എന്താ? ലമ്മാ ഖലഖതനി ബിയമീനിക നളർതു ഇലാ അർശിക,
ഫറഅയ്തു അലാ ഖവായിമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ എന്നെ സൃഷ്ടിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ അർശിലേക്ക് നോക്കി. അർശിലേക്ക് നോക്കുമ്പോൾ അർശിന്റെ കാലുമ്മലൊക്കെ എഴുതി വെച്ചിരിക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കണ്ടു. അപ്പൊ ഞാൻ മനസ്സിലാക്കി നിന്റെ പേരിന്റെ കൂടെ നീ എഴുതിയിരിക്കുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേരായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ആ പേരിൽ ചോദിച്ചതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അസ്തിത്വവും അവിടുത്തെ പ്രകാശ രൂപത്തിലുള്ള അവിടുത്തെ അസ്തിത്വം എന്നുണ്ട്. കേവലം ആമിന ബീവിയുടെ ഗർഭാശയത്തിലൂടെ ഭൂലോകത്തേക്ക് വന്നത് മുതൽക്കുള്ളതല്ല, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അസ്തിത്വമുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് റസൂലിനെ കാണേണ്ടത്. അപ്പോൾ റസൂല് അഷ്റഫുൽ ഖൽഖ അല്ലേ, അഷ്റഫുൽ ഖൽഖാണ്, അങ്ങനെ തന്നെ കാണണം. റസൂലിനെ പുകഴ്ത്തരുത് വാഴ്ത്തരുത് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ നിലക്ക് ഹേയ് മുഹമ്മദ് എന്നല്ലേ റസൂലിന്റെ പേര് തന്നെ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാഴ്ത്തപ്പെടുന്നവൻ, വാഴ്ത്തപ്പെടുന്നവൻ, വാഴ്ത്തപ്പെടേണ്ടവൻ, സ്തുതിക്കപ്പെടുന്നവൻ, സ്തുതിക്കപ്പെടേണ്ടവൻ, പ്രശംസിക്കപ്പെടുന്നവൻ, പ്രശംസിക്കപ്പെടേണ്ടവൻ എന്നാ മുഹമ്മദ് പറഞ്ഞ അർത്ഥം. ഈ പേര് എങ്ങനെ ഇട്ടതാ? അള്ളാഹു തആല അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് തോന്നിപ്പിച്ചിട്ടിട്ടതല്ലേ, അല്ലെങ്കിൽ പിന്നെ പൂർവ്വവേദങ്ങളിലും മറ്റൊക്കെ പറഞ്ഞ അതേ പേരെങ്ങനെ വരിക? അപ്പൊ അബ്ദുൽ മുത്തലിബിന് അള്ളാഹു തോന്നിപ്പിച്ചു മുഹമ്മദ് എന്ന് പേരിടാൻ, കാരണം ആ പേര് നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വാഴ്ത്തപ്പെടുന്നവൻ എന്നാണെന്ന്. എന്നാൽ പിന്നെ വാഴ്ത്തപ്പെടേണ്ടവനെ വാഴ്ത്തരുത് എന്നല്ലേ അപ്പൊ പറയാം? ഹേയ് മുഹമ്മദ് നബിയെ വാഴ്ത്തരുത് എന്ന് ഒരുത്തം പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാഴ്ത്തപ്പെടേണ്ടവനെ വാഴ്ത്തരുത് എന്നായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വാഴ്ത്തപ്പെടേണ്ടവൻ എന്നാണ് മുഹമ്മദ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ. ആ വാഴ്ത്തപ്പെടേണ്ടവനെ നിങ്ങൾ വാഴ്ത്തരുത് എന്നേക്കാരം മുഹമ്മദ് നബിയെ വാഴ്ത്തരുത് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയാണല്ലോ വരിക. എത്ര വിരോധാഭാസമാണത്. ഹദീസോദാറുണ്ട്, വലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമിനെ ക്രൈസ്തവർ വാഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ വാഴ്ത്തരുത് എന്ന് ഹദീസിൽ പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ അങ്ങോട്ട് മുഹമ്മദ് നബിനെ അങ്ങനെ വാഴ്ത്തുന്നത് പറയും? ഇത് കേൾക്കുമ്പോൾ നമുക്കും തോന്നുക ശരിയല്ലേ പറഞ്ഞത് എന്ന് തോന്നാ. എന്താ പറഞ്ഞത്? എന്താ ഇപ്പം പറഞ്ഞത്? ഈസ ഇബ്നു മറിയമിനെ അദ്ദേഹത്തിന്റെ അനുയായികൾ വാഴ്ത്തിയതുപോലെ വാഴ്ത്തരുത് എന്ന് പറഞ്ഞാൽ വാഴ്ത്തരുത് എന്നർത്ഥം. ആ ജാതി നോട്ടം നോക്കരുത് കാരണം നോക്കരുത് എന്നർത്ഥം. ആ ജാതി നടത്തം നടക്കരുത് കാരണം നടക്കരുത് എന്നർത്ഥം. ഈസാ നബി അദ്ദേഹത്തിന്റെ അനുയായികൾ എങ്ങനെയാ വാഴ്ത്തിയത്? ദൈവപുത്രൻ എന്ന് പറഞ്ഞു. ദൈവപുത്രൻ എന്ന് പറയാൻ പാടില്ല. ദൈവപുത്രൻ നമ്മൾ ആരെങ്കിലും പറയരുത്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിന്റെ കാരണം എന്താ? പാമ്പിന്റെ കുട്ടി പാമ്പ്, ആനയുടെ കുട്ടി ആന, മനുഷ്യന്റെ കുട്ടി മനുഷ്യൻ. അപ്പൊ ദൈവത്തിന്റെ കുട്ടി ദൈവമാകട്ടെ. അപ്പോ മറ്റൊരു ഈസാ നബിയെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദവിയിലേക്ക് ഉയർത്തി അവർ അത് ചെയ്യാൻ പാടില്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾ അബ്ദുല്ലാഹി വ റസൂലുഹു എന്ന് പറയണം എന്ന ഹദീസിന്റെ തൊട്ട് ശേഷമുണ്ട്. ഒരു അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അള്ളാഹിന്റെ അബ്ദും അള്ളാഹിന്റെ റസൂലും നിങ്ങൾ പറയും. അബ്ദി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അടിമ, ദാസൻ. അള്ളാഹുവിന്റെ അബ്ദ് നമ്മളങ്ങനെ തന്നെയല്ലേ പറയാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നല്ലേ പറയല്? അബ്ദ് എന്നാൽ അടിമ, ദാസൻ. ഈ അബ്ദ് എന്ന പദം ഉപയോഗിക്കുമ്പോൾ പദവി താഴുക ചെയ്യുക, ഉയരുക ചെയ്യുക. മനുഷ്യന്റെ അബ്ദാവുമ്പോ പദവി താഴും, അള്ളാഹുവിന്റെ അബ്ദാവുമ്പോ പദവി ഉയരും. അതാണ്ടാവുക. മനുഷ്യന്റെ അബ്ദ് എത്രത്തോളം ആവുന്നു അതിനനുസരിച്ച് പദവി താഴ്ന്നു താഴ്ന്നു വരും. പക്ഷെ അള്ളാഹിന്റെ അബ്ദ് എത്രത്തോളം ആവുന്നു അതിനനുസരിച്ച് ഉയർന്നു വരും. കാരണം എന്താ? ഒന്നിന്റെ മഹത്വം നിശ്ചയിക്കല് അത് അതിന്റെ ധർമ്മവുമായി ബന്ധപ്പെടുത്തിയില്ല. ഒരു പശുവിനെ നല്ല പശു എന്ന് പറയൽ എപ്പോഴാണ്? പശുവിന്റെ ധർമ്മം എന്താ? പാല് തരല്. നന്നായി പാല് തരുന്നുണ്ടെങ്കിൽ നല്ല പശുവാണെന്ന് പറയും. മനുഷ്യന്റെ ധർമ്മം എന്താ? അള്ളാഹുവിനുള്ള അബുദിയത്തും ഉബൂദിയത്തും അല്ലേ? അപ്പൊ അതിൽ എത്രത്തോളം ഉയരുന്നു അതിനനുസരിച്ച് ഉയരല്ലേ ചെയ്യാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പദവി ഏറ്റവും ഉയർന്നു നിന്ന രണ്ട് സന്ദർഭം പറഞ്ഞെടുത്തും അബ്ദ് എന്ന വാക്ക് പ്രത്യേകം ഉപയോഗിച്ചു. ഒന്ന് പരിശുദ്ധ ഖുർആൻ നൽകിയതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ. കേട്ടോ, കിതാബ് കൊടുത്തു എന്ന കാര്യം പറയുമ്പോൾ അബ്ദ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. രണ്ടാമത്തെ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി. അവിടെയും അബ്ദ് എന്ന് പ്രത്യേകം പറഞ്ഞു. കാരണം എന്താ? ഏറ്റവും ഉയർന്നു നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മഹത്വം ഏറ്റവും ഉയർന്നു നിന്ന ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരുടെയും മുന്നിൽ നിന്ന സന്ദർഭമല്ലേ? അതോടുകൂടി ഇസ്ലാമിന്റെ സാർവലൗകികത മറ്റെല്ലാ പ്രവാചകന്മാരുടെയും മുമ്പിൽ ഇസ്ലാമിന്റെ സാർവലൗകികത പ്രഖ്യാപനം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം റസൂലിനെ മുന്നിൽ നിർത്തി ബാക്കിയുള്ളവരുടെ മതമൊക്കെ അതിന്റെ പിന്നിലാണ്, ഒക്കെ ദുർബലപ്പെട്ടു എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സന്ദർഭമാണ് ഇസ്രാ മിഅ്റാജ്.
എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവാണ്. പോകുന്ന സന്ദർഭത്തിൽ ഒരു നിശ്ചിത സ്ഥലത്തെത്തിയപ്പോൾ, സിദ്റത്തുൽ മുൻതഹയുടെ അവിടെ നിന്ന് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ഉണ്ടായിരുന്നല്ലോ കൂടെ. ജിബ്രീൽ അലൈഹി സ്വലാം അവിടെ എത്തിയപ്പോൾ പറയാണ്, ലൈൻ ദനൗതു ഖദറ ഉൻമുലത്തിൽ ലഹ്തറത്തു, ഇനി അങ്ങോട്ട് ഒരു ഇഞ്ച് ഒരു ചാണം അങ്ങോട്ട് പോന്നാ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഇഞ്ച് ഞാനങ്ങോട്ട് പോന്നാ ഞാൻ കത്തിച്ചാമ്പലാവും. ആരത് പറയുന്നത്? ജിബ്രീൽ അലൈഹി സ്വലാം. ജിബ്രീൽ അലൈഹി സ്വലാം ആരാണ്? ദൂ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മക്കീൻ മുതായിൻ സമ്മാമീൻ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞേ, ദൂ ഖുവ്വത്തിൻ വളരെ ശക്തനാണ്, ഇൻദദിൽ അർശി മക്കീൻ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുള്ളവനാണ്, മുതായിൻ സമ്മ അവിടെ എല്ലാവരും അനുസരിക്കപ്പെടുന്നവൻ. അങ്ങനെയുള്ള ഏറ്റവും മഹത്വമുള്ള ജിബ്രീൽ അലൈഹി സ്വലാം ഒരു നിശ്ചിത പരിധിയിലെത്തിയതോടുകൂടി യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് ഒരു പരിധിയിലെത്തിയപ്പോൾ പറയാണ്, വല്ലാഹി ലഇൻ ദനൗതു ഖദറ ഉൻമുലത്തിൽ ലഹ്തറഖ്തു, ഇനി അങ്ങോട്ട് ഒരു ഇഞ്ച് ഞാൻ അങ്ങോട്ട് പോന്നാ ഞാൻ കത്തിച്ചാമ്പലാവും, നീ എനിക്ക് പ്രവേശനമല്ല. എന്നിട്ട് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്സിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ദഅനി തഖദ്ദം യാ ഹബീബി, എന്റെ ഹബീബേ എന്നെ വിട്ടി നീ അങ്ങ് പോയിക്കൊള്ളുക. ലാ തഖഫ്, നിർഭയനായി അങ്ങയുടെ രക്ഷിതാവുമായി സംഭാഷണം നടത്തി തിരിച്ചു വരൂ. ഇനി ജിബ്രീൽ അങ്ങോട്ട് പോരാൻ നിർവാഹമില്ല. ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ സ്ഥാനം നിന്നിടത്ത്, ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ സ്ഥാനം അവസാനിച്ചിടത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം ആരംഭിക്കുന്നു. ജിബ്രീലിന്റെ സ്ഥാനം അവസാനിച്ചിടത്ത് നിന്ന് മുഹമ്മദ് നബിയുടെ സ്ഥാനം തുടങ്ങുന്നുള്ളൂ. ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ റസൂലിനെ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അല്ലാമ ഇഖ്ബാലി സംഭവത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത്, മൂസാ നബി അലൈഹി സ്വലാം ഒരിക്കൽ അള്ളാഹിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, എല്ലാം തരാൻ എന്നെ കാണാൻ പറ്റൂല, നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. വലിയ നിർബന്ധം ഉണ്ടെങ്കിൽ ഉൻദുറു ജബലി, ആ മലമേൽക്കൊന്നും നോക്കുക. മലമേൽക്ക് നോക്കിയ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ഫഖറ മൂസാ സൈഖാ, മൂസാ നബി അലൈഹി സ്വലാം മോഹാലസ്യപ്പെട്ട് വീണുപോയി. മൂസാ നബി അലൈഹി സ്വലാം ശക്തനല്ലേ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനല്ലേ, 40 ദിവസം നിരന്തരമായി വ്രതാനുഷ്ഠാനം നടത്തിയിട്ട് തൗറാത്ത് വാങ്ങാൻ പോയ ആളാണ്. അത്ര ശക്തനാ. ആ ഖിബത്തിനെ കണ്ടോ എല്ലാവരും കൊട്ടു കൊടുത്തിട്ടുള്ളൂ, അപ്പോഴേക്ക് ഇവൻ പോയി. അത്ര ശക്തനാ, കായികമായിട്ടും ശക്തനാ, എല്ലാ നേരത്തും ശക്തനാ. അങ്ങനെയുള്ള മൂസാ നബിയാണ് അള്ളാഹുവിന്റെ സിഫത്തിന്റെ ദാത്തിന്റെയല്ല, അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഒരു ജ്വാല, ഒരു ഫ്ലാഷ് ആ മലമരിക്കാൻ ചെന്നതോടുകൂടി, അത് കണ്ടതോടുകൂടി മോഹാലസ്യപ്പെട്ട് താങ്ങാൻ വയ്യാതെ മോഹാലസ്യപ്പെട്ട് വീണുപോയി. ഇതെടുത്തു താരതമ്യപ്പെടുത്തിയിട്ട് അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നുണ്ട്, മൂസാസുഹു ശറഫ്ത് ബയക് ജൽവയെ സിഫാത്ത് തൂബ ഐൻ ദാത് മീ നിഗരീദർ തബസുമി. അള്ളാഹുവിന്റെ സിഫത്തിന്റെ ഒരു ഫ്ലാഷ് കണ്ടതോടുകൂടി, ഒരു സ്ഫുരണം കണ്ടതോടുകൂടി മൂസ മോഹാലസ്യപ്പെട്ട് വീണുപോയി. പക്ഷേ അങ്ങ് അള്ളാഹുവിന്റെ സത്തയിലേക്ക് തന്നെ, തൂബ ഐൻ ദാത് മീ നിഗരീദർ തബസുമി, അള്ളാഹുവിന്റെ സത്തയിലേക്ക് നോക്കി നിൽക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് അള്ളാഹുവിന്റെ സത്തയിലേക്ക് തന്നെ നോക്കി കണ്ടുവന്നിട്ടുള്ള അത്തരത്തിലുള്ള മഹത്വം ഉൾക്കൊള്ളുന്ന, എന്നിട്ട് അത്രയും ഉന്നതമായ മഹത്വത്തിലേക്കും പദവിയിലേക്കും എത്തിയിട്ട് പിന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് വല്ലാത്തൊരത്ഭുതം അല്ലേ? അള്ളാഹുവിന്റെ അടുത്ത് പോയിട്ട് ഏറ്റവും പരമമായ ലക്ഷ്യം, ഒരാളുടെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്തായിരിക്കും? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കിട്ടിയാലും മതിയാവില്ല, അവസാനം അള്ളാഹുവിന്റെ ലിഖാ. ആ ലിഖാവ് പരമമായ ലക്ഷ്യമാണ്, അതിന്റെ അപ്പുറം ഒരു ലക്ഷ്യമല്ല. ആ ലക്ഷ്യം ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ലക്ഷ്യവും നേടി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ അന്ന് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് അള്ളാഹുവിനെ ദർശിക്കുക എന്ന, അള്ളാഹുവിന്റെ ദാത്തിലേക്ക് തന്നെ നോക്കുക എന്നുള്ള അനുഭവം കിട്ടിയിട്ടും തന്റെ സമുദായത്തെ പറ്റിയാണ് ആലോചിച്ചത്. അങ്ങനെയല്ലേ? മീറാജിന്റെ രാത്രിയിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്ന് നിന്ന് അള്ളാഹുവിനെ ദർശിക്കുക എന്ന അനുഭവം തനിക്ക്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിന്റെ അനുഭവം തനിക്ക് കിട്ടിയപ്പോ എന്റെ ഉമ്മത്തിനും ഈ അനുഭവം എങ്ങനെ അനുഭവപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും ആലോചിക്കുന്നത്. എന്നിട്ടല്ലേ നിസ്കാരം കൊണ്ടുവന്നത്? നമുക്കവിടുന്ന് പോരുമ്പോ നിസ്കാരം കൊണ്ടുവന്നില്ലേ? അള്ളാഹിനോടുള്ള മുനാജാത്തല്ല. ഇന്നൽ മുസല്ലിയ യുനാജി റബ്ബഹു ഫൽയൻദുറു മാ യുനാജിഹീന. നിസ്കാരം അള്ളാഹിനോടുള്ള മുനാജാത്ത. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല വിഭവം അനുഭവിക്കുന്ന സമയത്ത് കുട്ടികളെ പറ്റി ആലോചിക്കും പോലെ
എൻ്റെ കുട്ടിയും കൂടി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടീൻ്റെ ഒപ്പം ഇരുന്നുകാണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഒപ്പം ഇരുന്നുകാണ്ട് അനുഭവിക്കായിരുന്നു എന്ന് തോന്നുന്നത് പോലെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് അള്ളാഹുവുമായി സംഭാഷണം നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇനി തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഉമ്മത്തിന് എനിക്ക് എന്താ കൊണ്ടുപോകാൻ കിട്ടുക എന്നാണ് അവിടുന്ന് ആലോചിക്കണത്. തൻ്റെ ഉമ്മത്തിനെ പറ്റി അവിടുന്ന് ആലോചിക്കുക. എന്നിട്ട് നമുക്ക് നിസ്കാരം കൂടെ തന്നു. ആ മിഅ്റാജിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി ആ അനുഭവമാണ് നമുക്ക് നിസ്കാരത്തിൽ കൂടി കിട്ടുന്നത്. അബ്ദുൽ ഖുദ്ദൂസ് ഗംഗൂഹി എന്ന ഒരു സൂഫി വര്യൻ ഒരു കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിന്നെ മുഹമ്മദ് അറബി അദ്ദേഹം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ സന്നിധാനം അനുഭവിച്ചിട്ട് ഭൂമിക്ക് തിരിച്ചു പോന്നുത്രേ. ഞാനായിരുന്നെങ്കിൽ ഞാൻ പിന്നീട് പോരൂല. അള്ളാഹിൻ്റെ അടുത്ത് ചെന്ന് പെട്ടാൽ പിന്നെന്തിനാ അങ്ങോട്ട് പോരണതേ? പക്ഷെ അവിടുന്ന് പിന്നെ ആലോചിക്കുന്നത് ആരെയാണ്? തൻ്റെ ഉമ്മത്തിനെ, തൻ്റെ സമുദായത്തെ. എന്നിട്ട് ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരിക ചെയ്യണത്. അത് ഏത് ഭൂമിക്ക്, ഏത് നാട്ടിലേക്ക്? തന്നെ കഷ്ടപ്പെടുത്തി ഹിജ്റ പോയി കഴിഞ്ഞിട്ടില്ല, മദീനത്തേക്കൊന്നും പോയിട്ടില്ല. നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവിടുത്തെ അനുഭവം എന്താ? തൻ്റെ നാട്ടുകാർ തന്നെ ആക്രമിക്കുക, തന്നെ വിശ്വസിച്ചവരെ ആക്രമിക്കുക, വിശ്വസിച്ചവരെ ഭയങ്കര പീഡിപ്പിക്കുക, തനിക്കെതിരിൽ ഗൂഢാലോചന നടത്തുക, തന്നെ തിരസ്കരിക്കുക, കല്ലെടുത്ത് എറിയുക, ഇങ്ങനെയൊക്കെ ചെയ്യണം. ആ നാട്ടിലേക്കാണ് പിന്നെയും തിരിച്ചു വരുന്നത്. അവിടെ എത്ര സുഖമായിട്ട് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ സുഖമായി അവിടെ ആയിരുന്നല്ലോ. പക്ഷെ അങ്ങനെയുള്ള അനുഭവമല്ല. ആധ്യാത്മികതയുടെ ഏറ്റവും പരമമായ ഉന്നതിയിൽ ഉച്ചിയിലെത്തിയിട്ടും ഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കിന തന്നാൽ കരയേറേണ്ടവരെത്രയോ പേർ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ഭ്രമപദം കൊതിക്കും തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞില്ലേ. തനിക്ക് പദവി കിട്ടണം, ബ്രഹ്മപദം കിട്ടണം, തനിക്ക് പിന്നെ പടച്ചവൻ്റെ അടുത്തേക്ക് എത്തണം, ബ്രഹ്മപദവി കിട്ടണം എന്ന് ആലോചിച്ച് ആധ്യാത്മികമായി ഉയർന്നു പോകാൻ ആഗ്രഹിക്കുന്നു തൻ്റെ മോക്ഷത്തിന് വേണ്ടി. അങ്ങനെയുള്ള തപോനിധിക്ക് എന്ത് ചാരിതാർത്ഥ്യമുള്ളത്? തൻ്റെ ഉമ്മത്ത്, തൻ്റെ ജനത ഇവിടെ ഇങ്ങനെ താഴത്ത് പാഴ്ചേറിൽ അമർന്നു കിടക്കുന്ന സമയത്ത് എന്നാണ് കവി ചോദിച്ചത്. അതേപോലെ തൻ്റെ ജനതയെ പറ്റി, നാടിനെ പറ്റി, ആളുകളെ പറ്റി, ഉമ്മത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുക പിന്നെയും ചെയ്യണത്. ഇങ്ങനെയുള്ള വ്യക്തിത്വം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, കേവലം ആധ്യാത്മികമായ ഉയർച്ച മാത്രമല്ല സാമൂഹിക മേഖലയിലും താൻ ശ്രദ്ധിക്കുകയും തൻ്റെ ലക്ഷ്യം നേടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു ആധ്യാത്മിക വ്യക്തിത്വമല്ല, കേവലം ആധ്യാത്മിക വ്യക്തിത്വമല്ല. ആധ്യാത്മികതയിൽ എത്രയാണ് ഉയരാൻ പറ്റുക അത്രയും ഉയർന്നതിൻ്റെ കൂടെ തന്നെ സമൂഹത്തെ കാണുകയും സമൂഹത്തെ ഉദ്ധരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തി. നമ്മൾ പല ചിന്തകന്മാരും നോക്കുമ്പോൾ അങ്ങനെയല്ല. വലിയ വലിയ ഫിലോസഫർമാരായിരിക്കും, വലിയ വലിയ ചിന്തകന്മാരായിരിക്കും, പക്ഷെ അവരൊക്കെ തന്നെയും അവരുടേതായ മേഖലയിൽ അങ്ങനെ നിൽക്കുകയേ ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ താൻ പ്രബോധനം ചെയ്ത മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തിയ ആള്. അവിടെയാണ് പ്രശ്നം. എത്രയെത്ര വലിയ വലിയ ആചാര്യന്മാരുണ്ട്, നല്ല ബുക്ക് എഴുതിയിട്ടുണ്ടാവും, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടാവും, പക്ഷെ ജീവിതം നോക്കിയാലോ അതിനൊന്നും അനുസരിച്ചാവൂല. പറയുന്ന കാര്യങ്ങൾ അപ്പടി സ്വന്തം ജീവിതത്തിൽ പുലർത്താൻ സാധിക്കില്ല. അതിനാ പ്രയാസം അല്ലേ? ഇറ്റ് ഈസ് ഈസിയർ ടു പ്രൊഡ്യൂസ് 10 volumes ഓഫ് ഫിലോസഫിക്കൽ റൈറ്റിംഗ്സ് ദാൻ ടു പുട്ട് 1 principle ഇൻ ടു പ്രാക്ടീസ് എന്നാണ്. ദശക്കണക്കിന് ഫിലോസഫി ഗ്രന്ഥങ്ങൾ അങ്ങനെ എഴുതാം, അത് എളുപ്പമാണ്. പക്ഷെ ഒരു പ്രിൻസിപ്പിൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കലാ ബുദ്ധിമുട്ടാണ്. സുബഹിക്ക് നേരത്തെ നീശണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു 500 പേജുള്ളൊരു ബുക്ക് ചെയ്താൽ പക്ഷെ നീശാനാ പണി, എഴുതാനല്ല പണി, നീശാനാ പണി. അതാണ് പ്രാക്ടീസിൽ വരുത്തുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ കാൾ മാർക്സ് അദ്ദേഹത്തിന് ലോകത്ത് ഒരുപാട് അനുയായികളെ സൃഷ്ടിച്ചിട്ടുള്ള വലിയ ചിന്തകനായിട്ട് ഇപ്പോഴും നമ്മളെ നാട്ടിൽ കൂടിയൊക്കെ പലയിടത്തും ഉണ്ടല്ലോ ആൾക്കാർ. അതേ സമയത്ത് കാൾ മാർക്സ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് അനുകൂലമല്ലാതെ ജീവിച്ചപ്പോൾ ഇവർക്ക് പല സൂക്കടുണ്ടായിരുന്നു. അതേ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു. അപ്പം ഇവർ പറഞ്ഞെന്താ, ഞാൻ മാർക്സ് ആവുന്നു, നിങ്ങളുടെ അത്ര ഞാൻ മാർക്സിസ്റ്റ് ആയിട്ടില്ല എന്നാണ്. ഇങ്ങനെ വലിയ വലിയ ആചാര്യന്മാർക്കൊക്കെ ഇങ്ങനെ പറയേണ്ടി വരിക ചെയ്യണത്. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അങ്ങനെയല്ല. താൻ പറയുന്നതിൻ്റെ മുമ്പ് പ്രയോഗവൽക്കരിക്കുക, സ്വന്തം ജീവിതത്തിൽ വരുത്താണല്ലോ ചെയ്യണത്. ഇനി പറഞ്ഞിട്ടുള്ള വാക്കുകൾ നോക്കി മുസ്ലിം അല്ലാത്തവർക്കും ആർക്കും റസൂലിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ റസൂലിനോട് സ്നേഹം വരും. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം എടുത്ത് നോക്കി നിങ്ങൾ. ഇപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മളോട്, പക്ഷെ നമ്മൾ മര്യാദ കൊണ്ടു നടക്കുന്നില്ല, അപ്പം നമ്മൾ കുടുങ്ങും ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മാത്രം ആലോചിച്ച് നോക്കി. ആരോഗ്യം നമുക്ക് വളരെ പ്രധാനമാണല്ലോ, എല്ലാവർക്കും ആരോഗ്യം വളരെ പ്രധാനമാണല്ലോ. പക്ഷെ ആരോഗ്യം നിലനിർത്താനുള്ള പണി പലരും ചെയ്യൂല എന്ന് മാത്രം, പ്രധാനമാണ്. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെല്ലാവരും നേരം വെളുക്കുമ്പോൾ സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് പള്ളികൾക്ക് പോകണം. ഓരോരുത്തരും നടന്നു പോകുമ്പോൾ ഓരോ കാലടിക്കനുസരിച്ച് അള്ളാഹു പ്രതിഫലം എഴുതിയേക്കും. നമ്മളതിന് കൂട്ടാക്കില്ല. നമ്മൾ പള്ളികൾക്ക് നേരത്തെ നീച്ചു പോകണമെന്നില്ല, പെരിയിലവിടെ കിടക്കും. എന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ അവിടെ നീച്ചാണ്, അവിടെ നിസ്കരിക്കും. ചിലപ്പോൾ വക്തിന് തന്നെ നിസ്കരിക്കും, കാരണം അവിടെ തന്നെ നിസ്കരിക്കും. അങ്ങനത്തെ ഒരു അധികം ആൾക്കാർ പള്ളികളൊക്കെ പോയ ജമാഅത്തിന് സുബഹിക്ക് വല്ലാതെ ആളെ കാണുമല്ലോ.
അപ്പൊ പള്ളിയിലേക്ക് നിങ്ങൾ നടന്നു പോയാൽ നിങ്ങളുടെ ഓരോ കാലടിക്കും അനുസരിച്ച് അള്ളാഹു തആല പ്രതിഫലം എഴുതിയേക്കും റസൂൽ പറഞ്ഞു. നമ്മൾ നടന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ വല്ലാത്തൊരു കഥപ്പ്. ഡോക്ടറെ അടുത്ത് നിന്നാണ് പറഞ്ഞു, ഡോക്ടറെ എന്താ അറിയില്ല, വല്ലാത്തൊരു കഥപ്പ് അനുഭവപ്പെടുന്നു. രക്തമെടുത്തുകൊണ്ട് ലേബിലൊന്നും കൊടുത്താളെയും രക്തമെടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ കൊളസ്ട്രോൾ 380. നേരം മുടക്കുമ്പോൾ നീച്ച് നടന്നോളേ. റസൂൽ പറഞ്ഞു നമ്മളോടെ നടന്ന 2 കാര്യമുണ്ട്, അവിടുക്കും കാര്യം ഇവിടുക്കും കാര്യം, ആരോഗ്യത്തിനും കാര്യം. റസൂൽ പറഞ്ഞത് നമ്മൾ കേട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് സുബൈക്ക് നീച്ചേണ്ട റൈറ്റ് ലെഫ്റ്റ്, ആണുങ്ങളും പെണ്ണുങ്ങളും, തടിച്ച ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ റോട്ടിൽ കൂടി നടക്കണം. അപ്പൊ എന്താ കാരണം? അപ്പൊ റസൂൽ പറഞ്ഞത് നമ്മൾ കേട്ടില്ല, അപ്പൊ പിന്നെ ഡോക്ടർ പറയുന്നത് കേൾക്കേണ്ടി വരികയാണ്. അതേ സമയത്ത് റസൂൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതം സംവിധാനിച്ചു നോക്കി. ആരോഗ്യ വിഷയത്തിലും നമ്മുടെ ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടാവില്ല, സുഖമായിട്ട് ജീവിക്കാം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലും ഹസനത്തുണ്ടായിക്കോളും ആഖിറത്തിലും ഹസനത്തുണ്ടായിക്കോളും. അതിനുള്ള മാർഗം എന്താ? റസൂൽ പറഞ്ഞനുസരിച്ച് ജീവിക്കുക. അതിന് നമ്മൾ തയ്യാറാവാതെ വരുമ്പോഴാണ് ബാക്കിയൊക്കെ ഉണ്ടാവുന്നത്. റോമിനെ ഒരു വൈദ്യരെ പറഞ്ഞയച്ചിരുന്നു മദീനത്തേക്ക്. റോമെന്നൊരു വൈദ്യരെ രാജാവ് പറഞ്ഞയച്ചിരുന്നു മദീനത്തേക്ക് റസൂലിന്റെ സഹാബത്തിന് ചികിത്സിക്കാന്. 2 വർഷം നിന്നിട്ട് വൈദ്യര് വന്നിട്ട് റസൂലിനോട് ഞാൻ പോവുകയാണ് പറഞ്ഞു. അത് എന്തേ ചോദിച്ചു? ഞാനെന്തിനാ വിടക്കണത്? 2 കൊല്ലമായിട്ട് ഒരു ജലദോഷം കൂടി നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാ ഞാൻ വിടക്കണത്? അപ്പൊ കണ്ടോ, ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാവണമെങ്കിൽ റസൂല് പറഞ്ഞത് കേൾക്കി. അങ്ങനെയാണല്ലോ. അപ്പൊ റസൂല് പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ ജീവിക്കൂല. നമ്മൾ ഭക്ഷണത്തിന്റെ ഒന്നും കാര്യത്തിൽ റസൂല് പറഞ്ഞു, നിങ്ങൾ വയറെ 3ആയി വിഭാഗിക്കും. ഒരു ഭാഗം ഭക്ഷണം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വെള്ളം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വായുവിന് വിട്ടുകൊടുക്കുക. അഷ്ടാംഗഹൃദയം വാഗ്ബടാനന്ദ മഹർഷിയുടെ ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് അഷ്ടാംഗഹൃദയം. അതിൽ അദ്ദേഹം പറയുന്നത് ധനതോ ഭഗോ പൂരയേ ധന്നൈസ്തോയേ നൈകം പ്രപൂരയൽ വായോ സഞ്ചാരണാർത്ഥായ ചതുർത്ഥം അവശേഷയൽ. അവിടെ വയറിനെ 4ആയിട്ട് വായിക്കുക. 2 ഭാഗം ഭക്ഷണം കൊണ്ട് ഫില്ല് ചെയ്യുക, ഒരു ഭാഗം വെള്ളം കൊണ്ട്, ഒരു ഭാഗം വായോ സഞ്ചാരണാർത്ഥായ വായുവിനെ സഞ്ചരിക്കാൻ വിട്ടുകൊടുക്കണം എന്നാണ്. നമ്മൾ ഭക്ഷണം കൊണ്ട് തന്നെ 4 ഭാഗവും ഫില്ല് ചെയ്യും, പിന്നെ വെള്ളം ചെന്നിട്ട് ഇങ്ങനെ മുട്ടും, പിന്നെ വായു എവിടെ? ഈ രീതിയിലുള്ള ഭക്ഷണ രീതി നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മളൊക്കെ രോഗികളാവാൻ തുടങ്ങി. നമ്മുടെ ശരീരത്തിനുണ്ടോ അൽ ഖൽബു സലീമു ഫിൽ ജിസ്മി സലീം. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവുക, ഹൃദയവും ഉണ്ടാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചില്ല. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി ഇലക്ട്രോണിക് അപ്ലയൻസസ് വരാൻ തുടങ്ങിയതോടുകൂടി, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ അധ്വാനിക്കാതായി, അലസരായി അധ്വാനിക്കാതായി. അതോടുകൂടി കണ്ടു അമലി ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇഅ്മൽ ദുനിയാക, നമ്മൾ അധ്വാനിക്കണം, പ്രയത്നിക്കണം എന്നൊക്കെ തൊഴിലാളിയുടെ കൈ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിയർപ്പ് തുള്ളികൾ രക്തസാക്ഷിയുടെ രക്തം പോലെ പവിത്രമാണ്. തൊഴിലാളിയുടെ വിയർപ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ അധ്വാനിക്കാതായി അലസന്മാരായി ഇങ്ങനെ ഇരിക്കൽ തുടങ്ങി. അതോടുകൂടി നമ്മൾ ആരോഗ്യം പോയി, നമുക്ക് അങ്ങനെ രോഗങ്ങളൊക്കെ പലതും ഉണ്ടാവാൻ തുടങ്ങി. ഇതിനൊക്കെ കാരണം കേട്ടോ, അൽ മഈദതു ബൈതു കുല്ലി ദാ വൽ ഹിമ്യതു റൗസു കുല്ലി ശിഫാ. വയറാണ് സകല അസുഖത്തിന്റെയും വീട്, പഥ്യമാണ് എല്ലാ രോഗശമനത്തിന്റെയും അടിസ്ഥാനം. അല്ലോ വയറ്, ഈ വയറ് നമ്മൾ വലിയ കാര്യമായിട്ട് കൊണ്ടുനടക്കാൻ തുടങ്ങിയതോടുകൂടി നമുക്ക് രോഗം വരാൻ തുടങ്ങി. അവിടെ സ്ത്രീകളൊക്കെ കണ്ടോ, എപ്പോഴും സ്ത്രീകൾക്കൊക്കെ നമ്മൾ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് രോഗം ഉണ്ടാകാൻ തുടങ്ങി. കാരണം എന്താണ്? അരക്കരി നിന്നു. അരച്ച അര നന്നാവും, 2 അരി നന്നാവും. അരച്ചാലേ 2 അരി നന്നാവും, നമ്മൾ അരക്കണ അരവും നന്നാവും, പടിയും നന്നാവും. അതേപോലെ തന്നെ നെല്ലുത്തലില്ലാതായി, അതേപോലെ തന്നെ അലക്കലില്ലാതെ ഒന്നും അധ്വാനിക്കാതായി. ഇങ്ങനെ ഈ രീതിയിലേക്ക് നമ്മുടെ ജീവിതാകണം മാറിയില്ലേ. അപ്പോൾ ഈ ഇത്തരം ആധുനിക സൗകര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി നമ്മൾ പല നിലക്കും മാറാൻ തുടങ്ങി. പല നിലക്കും നമ്മളെ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിലേ അതിൻ്റെ മുമ്പ് നമ്മളെ തൊടുന്ന് വീണിന്ന മാങ്ങ എല്ലാ പക്ഷിപറവാദികൾക്കും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും ഓതാൻ പോകുമ്പോഴും പണിക്ക് പോകുന്ന ആൾക്കാർക്കും ഒക്കെ കിട്ടിയിരുന്നു. ഫ്രിഡ്ജ് കൊണ്ടുവന്നതോടുകൂടി നമ്മളൊക്കെ കൊണ്ടുവന്നാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ തുടങ്ങി. ആർക്കും ഒന്നും കിട്ടാതായി. ആധുനിക സൗകര്യങ്ങൾ നമ്മളെ കേടെടുത്തണങ്ങൾ നോക്കി. മൊബൈൽ ഉപയോഗിക്കണവരാണല്ലോ എല്ലാവരും. ഞാൻ മാത്രമേ ഈ ലോകത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കാത്ത ആളുണ്ടാവുള്ളൂ. ഞാൻ ഉപയോഗിക്കലില്ല, ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുമില്ല. പിന്നെ ഇത് അവിടെ ഉപയോഗമില്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഉപയോഗമൊക്കെ ഉണ്ടാവും. ഉപയോഗമുണ്ട്. ഒരിക്കൽ പേപ്പറിലുണ്ടായിരുന്നു, ഒരുത്തൻ കിണറ്റിൽ വീണു മൊബൈൽ സഹിതം. ഹലോ, ഞാൻ കിണറ്റിലാണോ, ഒന്ന് കഴിച്ചിലാക്കിയെന്ന് പറഞ്ഞു. കിണറ്റിൽ വീഴുമ്പോൾ മൊബൈൽ കയ്യിലുണ്ടാവും വേണം, കിണറ്റിൽ റേഞ്ചും വേണം, എന്നാൽ ചിലപ്പോൾ കഴിച്ചിലായി എന്നൊക്കെ വരും. അങ്ങനെ അതേസമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മള് മൊബൈൽ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വാപ്പ വന്ന മൈൻഡ് ചെയ്യോ?
മൈൻഡ് ചെയ്യോ? നമ്മളെ കേടെടുത്തുന്നില്ലേ? ഞാൻ കുട്ടികൾ മൊബൈലിൽ പല തോന്നിയാസം കയറ്റി കൂട്ടുന്നതിനെ പറ്റിയല്ല, മര്യാദക്ക് ഉപയോഗിക്കുന്ന കാര്യം പറയുന്നത്. മര്യാദയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാപ്പ വന്നാൽ മൈൻഡ് ചെയ്യോ? അവസാനം പറച്ചിലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും വന്നു ഇരിക്കുന്നു പറയും. അപ്പോഴാണ് മൈൻഡ് ചെയ്യേണ്ടത്. പല നിലക്കും നമ്മളെ പ്രതികൂലമായി നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ സംസ്കാരത്തെ, മര്യാദയെ ബാധിക്കണില്ലേ? അതിന് പറ്റിയ ജാഗ്രതയോടുകൂടി ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ജാഗ്രത ഇല്ലാതാക്കും ഈ യന്ത്രങ്ങളൊക്കെ. അതേപോലെ തന്നെ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വെല്ലടിച്ചാൽ പിന്നെ അതിലേക്ക് പോകും. അതിലെന്താ പറയുന്നത് വെച്ചാൽ ഏതോ ധോണിക്ക് ഇത്ര റണ്ണ് കിട്ടിയെന്നൊക്കെയാണ് പറയണത്. അതും കേൾക്കാനൊക്കെ അറിയിപ്പി പോയിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിലേക്ക് നമ്മളെ വലിച്ചഴച്ച് കൊണ്ടുപോകണില്ലേ? ഈ രീതിയിലുള്ള പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ വരാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ കൾച്ചറിനൊക്കെ അത് പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലത്തെ ജീവിതം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ഖത്തുല്ലിന, ചെറിയ ചെറിയ വാക്കുകൾ നോക്കി നിങ്ങൾ, ഖത്തുല്ലിന, നിങ്ങൾ പാത്രം മൂടി വെക്കി, പാത്രം അടച്ചു വെക്കണമെന്ന്. പെണ്ണുങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പാത്രങ്ങൾ തുറന്നിട്ടിട്ട് പിന്നെ അതിൽ പല പ്രാണികളും വിഷമുള്ള ജീവികളും ഒക്കെ കൂടെ പോയിട്ടുണ്ടാവും, അരിച്ചിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, വിഷയിലേക്ക് വമിപ്പിച്ചിട്ടുണ്ടാവും, വിസർജിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കറിയില്ല ഇതിൽ എന്തായത്. എന്നിട്ട് അതിങ്ങനെ പച്ചവെള്ളം കൊണ്ടൊക്കെ കഴുകിയാണ്ട് തളച്ച് 100 ഡിഗ്രി തളച്ച വെള്ളം കൊണ്ടൊക്കെ കഴുകിയാൽ ചിലപ്പോൾ പോയി എന്ന് വരും. പക്ഷെ നമ്മളിത് അറിയണില്ലല്ലോ. എന്നിട്ട് ആ പാത്രത്തിൽ ഭക്ഷണം വിളമ്പി തരും. നേരം വെളുക്കുമ്പോൾ കാണാൻ വയറിളക്കം, പല അസുഖങ്ങളും പോകുന്നു, ഇങ്ങനെ ഉണ്ടാവുന്നു. അങ്ങനെ വിഷം ബാധിച്ചിട്ട് അതേ സമയത്ത് കണ്ടോ, എനിക്ക് സ്വന്തം ഉണ്ടായ ഒരു അനുഭവം. എൻ്റെ വീട്ടിൽ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരിക്കൽ എല്ലാവർക്കും ചൊറിയുണ്ടായി, മേലാകെ ചൊറിച്ചിൽ, സ്കാബീസ്. അതോടുകൂടി ഡോക്ടർമാരെ അടുത്ത് നിന്നിട്ട് ഒന്നും മാറുന്നില്ല. അവസാനം നാടൻ വൈദ്യരെ അടുത്ത് നിന്നാണ് പറഞ്ഞപ്പോൾ അയാളെ ഒന്നൊരു ചൊറിയിനോടത്ത് ഒന്നൊരു മാന്തി എന്ന് പറഞ്ഞു. മാന്തിയപ്പോൾ അവിടുന്ന് ആ നീരെടുത്തിട്ട് 2 ചങ്ങണക്കോരും എഴുതിയിട്ട് ഇരുട്ടത്ത് കൊണ്ടുപോയിട്ട് കാട്ടി മൂപ്പര്, പഴയ മൂപ്പരെ പരിശോധന. അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ തിളങ്ങണേ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, നിങ്ങളുടെ രാവിലെ കഞ്ഞി കുടിച്ചതിൽ വിഷാംശം ഏതോ വിഷമുള്ള ജീവി ചാടി വീണിട്ടുണ്ട്, അങ്ങനെ വിഷം പറ്റിയതാണ്, അതുകൊണ്ട് ഈ അസുഖം ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും മുള്ളഞ്ചീര എന്ന് പറഞ്ഞൊരു ചീരണ്ട്, അത് ഇടിച്ച് അതിൻ്റെ ചാറ്, അതിൻ്റെ നീര് കുടിക്കുക, ദിവസം പിന്നെ ഒരാഴ്ചയാണ് ചെയ്യണം. ഉപ്പില്ലാതെ വെച്ചുകൊണ്ട് തിന്നുകയും ചെയ്യാതെ സൂക്കട് മാറും പറഞ്ഞു. ഒരാഴ്ച ചെയ്തപ്പോൾ മാറുകയും ചെയ്തു. എന്തുകൊണ്ടത് സംഭവിച്ചത്? ഖത്തുല്ലിന എന്ന ഹദീസിന്റെ മഭിഷണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മാക്ക് ഖത്തുല്ലിന എന്നുള്ള ഹദീസ് നിശ്ചയമുണ്ടായിരുന്നില്ല. അപ്പോൾ ഖത്തുല്ലിന എന്ന ചെറിയ ഒരു വാക്കുകൊണ്ട് ആ വാക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം അസുഖത്തിൽ നിന്നും ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ റസൂല് പഠിപ്പിച്ച ഓരോ വാക്കുകൾ കൊണ്ട് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, മുമ്പ് നമ്മളെ നരസിംഹറാവു ഉണ്ടായിരുന്നേ, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി നരസിംഹറാവു, മൂപ്പരൊക്കെ AC സമ്മേളനത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ വലിയ പിന്നെ പണ്ഡിതനും 10-12 ഭാഷയൊക്കെ അറിയുന്ന വലിയ മഹാനുമാണ് അദ്ദേഹം. ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, തത്വചിന്തകനാണ്. ഏതായാലും ഒരു ദിവസം AC സമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ മൂപ്പര് കോട്ടുമായിട്ടതോടുകൂടി ക്യാമറമാൻ ഉണ്ടായിരുന്നു അപ്പുറത്ത്. മൂപ്പരാണ് ക്ലിക്ക് ചെയ്തു. വീണ്ടും ഒന്നും കൂടിയും പൊളിച്ചു, ഒന്നുകൂടിയും ക്ലിക്ക് ചെയ്തു, ഒന്നുകൂടിയും പൊളിച്ചു, ഒന്നുകൂടിയും ക്ലിക്ക് ചെയ്തു. 5ാമത്തെ പ്രാവശ്യം വായ ഒരു ഗുഹ പോലെ പിടിച്ചു. ഈ 5ഉം പിന്നെ പേപ്പറിൽ ഫോട്ടോ ആയിട്ട് 5 പോസ്റ്റിൽ ഇങ്ങനെ വന്നു. നരസിംഹറാവു വായി പൊളിച്ചിരിക്കുന്നത്. മാനം കെട്ടില്ലേ, മാനക്കേട് വന്നില്ലേ? ഒരു വലിയ പണ്ഡിതനും പ്രധാനമന്ത്രി എന്താ കാര്യം? ഇയാളുടെ ഈ രീതി ആകെ ഒരു തരം വഷളത്തരല്ലേ. അതേ സമയത്ത് ഇദാ തസാവദ അഹദുകും ഫൽയള യദഹു അലാ ഫമിഹി, നിങ്ങൾ കോട്ടുവായിടുന്ന സമയത്ത് കൈയൊന്നിങ്ങനെ വെക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പാഠം ഏതെങ്കിലും ഒരു മൂലിയരുട്ടിൻ്റെ അടുത്ത് നിന്ന് ഈ ഹദീസ് അയാൾ കേട്ടിരുന്നെങ്കിൽ ഈ മാനക്കേടുന്ന് കഴിച്ചില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നമുക്ക് എത്ര നല്ലൊരു സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സംസ്കാരമൊക്കെ പഠിപ്പിച്ചത് ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ റസൂല് നമുക്ക് എന്തെല്ലാം ചെയ്തു തന്നിരിക്കുന്നു, അതിനുള്ള കൃതജ്ഞത പോലും ആവൂല നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നത്. ഇത്തരത്തിൽ റസൂലിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഓരോ കാര്യങ്ങളിലേക്കും കണ്ടോ, അടിമകളൊക്കെ എത്രമാത്രം നരകിച്ചിരുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു, അവർക്കൊക്കെ മോചനം. സ്ത്രീകൾ അടിമപ്പെണ്ണുകളോ, ഇതങ്കസറത്തിലിനാവു ഫലാത്ത സുബുലിമാ ഫഇന്ന ലഹാ അസലൻ മിസ്ല ആജാലികും. നിങ്ങളുടെ വീട്ടിൽ പാത്രം മുടഞ്ഞാൽ നിങ്ങൾ വേലക്കാരെ ചീത്ത പറയരുതേ, അടിമകളെ ചീത്ത പറയരുതേ എന്നാൽ വേലക്കാരെ ചീത്ത പറയരുത്. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ വീട്ടിൽ പാത്രം മുടഞ്ഞാൽ വേലക്കാരെ ചീത്ത പറയരുതേ. ഫൈനലഹ അജലൻ മിസ്ല ആജാലിക്കും, പാത്രങ്ങൾക്ക് നിങ്ങൾക്കുള്ളതുപോലെ അവധി പാത്രങ്ങൾക്കുണ്ട്. നിങ്ങൾക്കുള്ള ആയുസ് തീരുമ്പോൾ നിങ്ങൾ മരിച്ചും, പാത്രത്തിന്റെ ആയുസ് തീരുമ്പോൾ പാത്രവും ഉടയും. അത് നിങ്ങൾ അടിമപ്പെണ്ണുങ്ങളെ ചീത്ത, വേലക്കാരെ ചീത്ത പറയാൻ നിൽക്കരുതേ. ആരൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കണത്? കേട്ടോ, നമ്മുടെ നാട്ടിലെ അനാഥാലയങ്ങളെ 921 കലാപം നടന്നതോടുകൂടി നാട്ടിൽ ആകെ അനാഥ മക്കൾ നിറഞ്ഞു.
ആണുങ്ങളൊക്കെ ഒരുപാട് കൊല്ലപ്പെട്ടു. അതോടുകൂടി നാട്ടിലാകെ പിന്നെ അനാഥ മക്കൾ ഇങ്ങനെ പലയിടത്തും അലഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് JDT തുടങ്ങിയിട്ടുള്ള പല അനാഥാലയങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാക്കി. ഈ അനാഥാലയങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന വ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ 2 വിരലടുപ്പത്തിലായിരിക്കും, അത്രയും അടുത്തുണ്ടായിരിക്കാം. ഈ ഹദീസ് കേട്ടിട്ടാണല്ലോ ഈ അനാഥാലയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഈ അനാഥാലയങ്ങളിലുള്ള അനാഥകളൊക്കെ റസൂലിനോട് കടപ്പെട്ടില്ലേ? ഇങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അവിടങ്ങളിലൊക്കെ റസൂലിന്റെ സംഭാവന വാക്കുകളായി, പ്രവർത്തന രീതികളായി, മാതൃകകളായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അപ്പൊ റസൂലിനോട് സ്നേഹം ഉണ്ടാവൂലേ, അനുരാഗം ഉണ്ടാവൂലേ? അത്തരത്തിൽ റസൂലിനെ അറിയുകയും അങ്ങനെ റസൂലിനെ സംബന്ധിച്ച് അനുരാഗം ഉള്ളിലുണ്ടാവുകയും ചെയ്യുക. ആ അനുരാഗമാണ് ശരിക്കും നമ്മൾ മൗലിദി കൂടി പ്രകടിപ്പിക്കുന്നത്. സാഹിത്യത്തിൽ കൂടെ റസൂലിനെ സംബന്ധിച്ച് പാടിയിട്ടും പറഞ്ഞിട്ടും ഒക്കെ, എന്നിട്ട് അതൊക്കെ ശിർക്കാണ്, വിദേഹത്താണ്, തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടക്കും ഓരോരുത്തർ. വിവരല്ലായിട്ടാണ്, നല്ലോണം പഠിക്കായിട്ടാണ്, കാര്യങ്ങൾ നന്നായിട്ട് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം നാളെ ഞാൻ പോരുമ്പോൾ കേൾക്കണേ, ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട്, മങ്കൂസും മൗലൂദിലൊക്കെ ഉണ്ടല്ലോ, അന്ത ഉമ്മുൻ നമ്മബുൻ മാറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അന്ത ഉമ്മുൻ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ പെണ്ണാക്കിയേ വരുന്നു ഒരാൾ പ്രസംഗിക്കാൻ വന്നിട്ട്, അന്ത ഉമ്മുൻ അങ്ങ് ഞങ്ങളെ അമ്മയാണ്, നബീനെ പെണ്ണാക്കിയല്ലേ ഇവരെ മൗലൂദ് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നുണ്ട്. സാഹിത്യം അറിയിച്ചേ, സാഹിത്യം എന്താണെന്ന് അറിയണ്ടേ? വിഷയമായി മുമ്പ് പാട്ടിങ്ങനെ പാടാ, ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. പാട്ട് കേട്ടപ്പോൾ ഒരുത്തപ്പുറത്തുനിന്ന് പറയാണ്, ചക്കരപ്പന്തല് ആയിക്കൂടി തേനും കൂടി പെയ്താലേ, തേന്മഴയും കൂടി പെയ്താൽ എറുമ്പോയി കാണുന്നു. സാഹിത്യം തിരിയായിട്ടേ, ഇതെന്ത് ചക്കര, ഇതെന്ത് പന്തല, അതെന്ത് തേന, അത് തിരിയായിട്ടല്ലേ? മുമ്പൊരിക്കെ അണ്ണാച്ചി സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി അണ്ണാച്ചി മൂല്യനിങ്ങനെ പ്രസംഗിക്കുക. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ മുടി 7 ചീന്തിയിട്ട് അതിലെ ഒരു ചീന്ത് കൊണ്ടിട്ടതാണ്. അതിന്റെ സൂക്ഷ്മതയും അതിന്റെ കൂടെ നടന്നു പോകാനും അപ്പുറത്ത് എത്താനുള്ള ബുദ്ധിമുട്ടൊക്കെ പറയാനാണ് ഈ പറയണത്. പക്ഷെ അതിന്റെ സാഹിത്യം ഒന്നും മനസ്സിലാക്കാതെ അണ്ണാച്ചി പറഞ്ഞു, ഇന്ത ഉലകമെല്ലാം പടയത്തെ കടവുള്ളവർക്ക് ഒരു തേക്കും തടി കടയാതാ. ഈ ലോകം ആകെ പടച്ച ദൈവത്തിന് എന്തിയാ ഒരു തേക്കുന്നടി കിട്ടിയില്ല അതിന്റെ മുകളിൽ കൂടെ. ഇത് മാതിരി സാഹിത്യം തിരിയായിട്ടേ. അപ്പൊ ഇങ്ങനെ സാഹിത്യമൊന്നും ഇത് വിവരമില്ലായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പറച്ചിലൊക്കെ വിവരമില്ലായിട്ടാണ്. നിങ്ങളൊക്കെയാണ് മങ്കൂസ് മൗലൂദിനെ പറ്റി പ്രസംഗിച്ചാണ്ട് ഓരോരുത്തർ പറയും മങ്കൂസ് മൗലൂദ് ശിർക്കുണ്ട് പറയും. എന്താ ശിർക്ക് എവിടെ? ഇതിനെ പറ്റിയാ വല്ലാതെ പറയാം. നീ ഇതിന്റെ തന്നെ യഥാർത്ഥങ്ങൾ ആലോചിച്ചു കാണി. ഞാൻ ധാരാളം തെറ്റ് ചെയ്തു, ഞാൻ അതിനെ സംബന്ധിച്ച് എണ്ണമറ്റ തെറ്റുകൾ എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ട്, അങ്ങയോട് ഞാൻ പരാതി പറയുന്നു എന്നാണ് ശിക്കായത്ത് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഷ്കു എന്ന വാക്കാണ്, അത് എന്ന വാക്കല്ല. അവർ പറയുന്നത് അടിസ്ഥാനപരമായി നോണേ, അടിസ്ഥാനപരമായി നോണ തന്നെയാണ്, ഇല്ലാത്തത് പറയണേ. അതോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കല്, അഷ്കു എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് പറയല, പരാതി പറയല, ശിക്കായത്ത് പറയല. ശിക്കായത്ത് ദുആയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിനോട് പറഞ്ഞിരുന്നില്ലേ? ഈ സഹാബികൾ റസൂലിനോട് പറഞ്ഞിരുന്നു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ശിക്കായത്ത് പറഞ്ഞിരുന്നില്ലേ? ശിക്കായത്ത് പറയാൻ പാടില്ലെങ്കിൽ, പരാതി പറയാൻ പാടില്ലെങ്കിൽ മരിച്ചതിന് ശേഷം പാടില്ല, ജീവിച്ചിരിക്കുമ്പോഴും പാടില്ല, രണ്ടും പാടില്ലല്ലോ. റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് യാ സയ്യിദ സാദാതി ദയ്യാനൽ അറബ് അഷ്കു ഇലൈക ദിർബതം മിനൽ ദിറബ്. യാ സയ്യിദ സാദാതി ദയ്യാനൽ അറബ്, നേതാക്കന്മാരുടെ നേതാവായിട്ടുള്ളവരെ, അറേബ്യയിലെ അധിപതിയായിട്ടുള്ളവരെ, അഷ്കൂയിലേക്ക് അങ്ങയോട് ഞാൻ പരാതി പറയുന്നു, ദിർബത്തൻ മിന ദിറബി, എൻ്റെ അടുത്ത് പറ്റിയിട്ടുള്ള തെറ്റിനെ സംബന്ധിച്ച്. അപ്പൊ അഷ്കൂ എന്ന് റസൂലിനോട് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞില്ലേ? അപ്പൊ അഷ്കു എന്നുള്ള അതേ വാക്കനല്ലേ ഓരോരും പറയണത്. എന്നിട്ട് അഷ്കു എന്ന് പറയുമ്പോഴേക്ക് അതെടുത്ത് പറഞ്ഞുകൊണ്ട് അതാ റസൂലിനോട് പ്രാർത്ഥിച്ചു പറഞ്ഞുകൊണ്ട് വെറുതെ പറയണേ. നമ്മളാരും ബേജാറാകണ്ട. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ പറയുന്നതൊന്നും വിഷയാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിച്ചു വരുന്ന വഴി യഥാർത്ഥ വഴിയാണെന്ന് മനസ്സിലാക്കിയിട്ട്, കാരണം റസൂലിനോടുള്ള ഇഷ്ക്, സ്നേഹം, അനുരാഗം അത് നമ്മുടെ ഹൃദയത്തിൽ അതുകൊണ്ട് നടക്കും. അപ്പോഴാണ് റസൂൽ നമ്മുടെ ഹീറോ ആവുക. അങ്ങനെ റസൂലിനെ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് റസൂലിനെ നമ്മൾ സ്വീകരിക്കും, റസൂലിനെ നമ്മൾ വരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ റസൂൽ ഉണ്ടാവും. നമ്മുടെ നിത്യജീവിതത്തിൽ റസൂൽ നമ്മുടെ ഒപ്പമുണ്ടാവും. ഒരിക്കലും റസൂലിന്റെ പ്രസൻസ് നമുക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങനെ അള്ളി റസൂലും ഉള്ള ഒരു ദീനാണ് നമുക്ക് വേണ്ടത്. അള്ള മാത്രമുള്ള ദീനല്ല വേണ്ടത്.
അള്ള മാത്രമുള്ള ദീനല്ല വേണ്ടത്, അള്ളയും റസൂലുള്ള ദീനാ വേണ്ടത്. ആണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലല്ലേ നമ്മളെ കലിമ? വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലല്ലോ, മുഹമ്മദ് റസൂലല്ലേ ഉണ്ടല്ലോ. അതുകൊണ്ട് മുഹമ്മദ് റസൂൽ എന്ന് നമ്മളോ മുഹമ്മദ് റസൂൽ പറഞ്ഞാൽ മുഹമ്മദ് ഒരു റസൂൽ ആയിരുന്നു എന്നല്ല, പ്രസന്റ് ആണ്, എന്നും പ്രസന്റ്. മുഹമ്മദ് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് അല്ലാഹ്, മുഹമ്മദ് ഈസ് ദ അപ്പോസ്റ്റൽ ഓഫ് അല്ലാഹ് എന്നാ, അല്ലാതെ മുഹമ്മദ് വാസ് അല്ല, ഈസ് ആണ് എന്നും മുഹമ്മദ് റസൂൽ എന്നുള്ള രീതിയിൽ. ഈ രീതിയിൽ റസൂലിനെ നമ്മൾ കാണുകയും അവിടുത്തോടുള്ള സ്നേഹവും അനുരാഗവും നമ്മുടെ ഹൃദയത്തിൽ നിറക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ജീവിതത്തിലുണ്ടാകും. കേട്ടോ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കാല് ധരിച്ചു, ഹദീസിൽ പറയുന്നുണ്ടല്ലോ അല്ലേ, ഹദിറത്ത് രിജ്ലു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് ധരിച്ചു. കാല് ധരിച്ചപ്പോൾ ആരോ പറഞ്ഞു ഫഖീല ലഹു ഉദ്കുറു അഹബ്ബൻ നാസി ഇലൈക. അത് റസൂൽ മരിച്ചതിന് ശേഷം, റസൂലുള്ളാഹി മരിച്ചതിന് ശേഷമാണ് ഈ കാല് ധരിച്ചിട്ടേ. എന്താ കാല് ധരിച്ച കാര്യം പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞത്രേ ഉദ്കുറു അർബഅത്തുൻ യഹ്തജൂന യൗമൽ ഖിയാമ. പരലോകത്തിലുള്ള സമയത്ത് 4 തരം ആളുകൾ, 4 തരത്തിലുള്ള ആളുകൾ അള്ളാഹിനോട് പരാതി പറയത്രേ. ഒന്ന് റജുലുൻ ഹരിമുൻ, വയസ്സായിട്ടുള്ള ആള്. പിന്നെ ഒന്ന് റജുലുൻ അഹ്മഖ്, വിഡ്ഢിയായിട്ടുള്ള ഒരാള്. പിന്നെ റജുലുൻ ആശ ഫി പത്രത്തിന്റെ നാളിൽ ജീവിച്ചിട്ടുള്ള ഒരാൾ. റജുലുൻ അസമു, ചെവിട് കേൾക്കാത്ത ഒരാൾ. 4 തരം ആളുകൾ അള്ളാഹിന്റെ അടുത്ത് നിന്നാണ്ട് പരാതി പറയും. എന്താ അഹ്മഖായിട്ടുള്ള ആള് പറയാൻ എന്താ വെച്ചാല്, റസൂല് വന്നിരുന്നു, അന്ന് എനിക്ക് കുട്ടികളൊക്കെ എന്നെ കല്ലെറിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്, ഞാൻ വിഡ്ഢിയായിട്ട് അന്തല്ലാതെ ഇങ്ങനെ നടക്കുന്നു. വേറൊരാള് അസമ്മൈക്കാരം, ചെവിട് കേൾക്കാത്ത ആള്. റസൂൽ വന്നിരുന്നു, പക്ഷേ വലം അസ്മഅ ഷൈഅൻ, ഞാനൊന്നും കേട്ടില്ലാന്ന്. വേറൊരാൾ പറയും അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കണ്ട്, വയസ്സായിട്ടുള്ള ആൾ പറയും റസൂൽ വന്നിരുന്നു, പക്ഷേ ഞാൻ വലം അഖൽ ഷൈഅൻ, എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം പ്രായം അങ്ങ് എത്തിയിരുന്നു. ആശഫിൽ പത്രത്തിൽ ആയിട്ടുള്ള ആള് പറയും മാജാനി റസൂൽ വന്നില്ലാന്ന്. അപ്പൊ അള്ളാഹു തആല പറയും എന്നാലേ അത്തിയൂനി, നിങ്ങൾ എന്നെ അനുസരിക്കും. എന്നിട്ട് അള്ളാഹിനെ അനുസരിക്കുക. ദുനിയാവിൽ നിങ്ങൾക്ക് എന്നെ അനുസരിക്കാൻ റസൂലിനെ കിട്ടിയില്ലോ, പക്ഷെ ഇപ്പം നിങ്ങൾ എന്നെ അനുസരിക്കും. എന്നിട്ട് അപ്പോൾ എല്ലാവരും അനുസരിക്കാൻ തയ്യാറാവും. ഇപ്പോൾ ഉദുഖുലു ജഹന്നം, ഞങ്ങൾ എല്ലാവരും നരകത്തിൽ പോയി എന്നെ അനുസരിക്കുന്ന പറഞ്ഞാൽ അള്ളാഹിനെ അനുസരിക്കാനേ. അങ്ങനെ അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ ലവജദൂഹാ ബർദം വസലാമാ, നരകം അവർക്ക് തണുത്തതായിട്ടും സലാം ശാന്തമായിട്ടും അവർക്ക് കണ്ടെത്താൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, റസൂലിന്റെ സാന്നിധ്യം കിട്ടാതെ പോണവരാണ് ഇവരൊക്കെ. റസൂൽ വന്നിട്ട് റസൂലിന്റെ കാര്യം പറയുന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തവർ, കേൾക്കാൻ കഴിയാത്തവർ, ചിന്തിക്കാൻ കഴിയാത്തവർ, അത്തരത്തിൽ. അപ്പൊ റസൂല് എന്ന ഈ ആശയം, അല്ലെങ്കിൽ റസൂല് എന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ഒപ്പം ഉണ്ടാവണം എന്നാണല്ലോ ഇതിന്റെ ഒക്കെ അർത്ഥം. ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കണത്. ഇങ്ങനെ റസൂലിനെ നിത്യജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം നമുക്ക് കൊണ്ട് നടത്താൻ സാധിക്കണമെങ്കിൽ സദാസമയത്തും ഇങ്ങനെ റസൂലിനുള്ള മഹബത്ത് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതിനുള്ള സന്ദർഭങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ ജന്മദിനത്തിന്റെ ആഘോഷം. ഇതൊരു നല്ല സമ്പ്രദായമാണ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ഇസ്ലാമിൽ ഒരു ചര്യ ഒരാൾ ഉണ്ടാക്കിയാൽ, സന്ന സുന്നത്തൻ എന്ന് പറഞ്ഞാൽ ചര്യ ഉണ്ടാക്കല, സന്നൽ ഖാനൂന എന്നൊക്കെ പറഞ്ഞാൽ നിയമം നിർമ്മിക്കല. ഭാഷ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അറബി ഭാഷ അറിയുന്നവർക്ക്. ഒരു സുന്നത്തിനെ പുനർജീവിപ്പിക്കലല്ല, അത് പുനരുജ്ജീവിപ്പിക്കലല്ല, ഉണ്ടാക്കലെന്നെ. നല്ല ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഉണ്ടാക്കിയാൽ ഇതിനേക്കാണ് ഒരു നല്ല സമ്പ്രദായം എന്താ? അപ്പം അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ഈ ആഘോഷിക്കുന്ന രീതിയിലുള്ള ആഘോഷ സമ്പ്രദായം ചിലപ്പോൾ പണ്ടുണ്ടായിട്ടുണ്ടാവില്ല. അത് തുടങ്ങിയിട്ട് പിന്നെ ഇജ്റ 5-6 കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയിട്ടുള്ള സമ്പ്രദായമാണെങ്കിൽ തന്നെ പിന്നെ എതിർക്കൽ തന്നെ ഉണ്ടായത് അതും ആണല്ലോ കാണാം. ഏറ്റവും ഹൈറായ കർണ് റസൂലിൻ്റെ അതിൻ്റെ ശേഷമൊക്കെ ഉള്ള കർണ, ഇത് വളരെ അടുത്ത കാലത്താണ് എതിർക്കൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പൂർവികരായ ആളുകളൊക്കെ അത് അനുഷ്ഠിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ്. പക്ഷെ എതിർക്കുക എന്നുള്ളത് ഇപ്പോൾ അടുത്തൊക്കെ തുടങ്ങിയതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കത് കേവലം ഒരു ശരിയല്ലാത്ത സമ്പ്രദായമായിട്ടും അത് കേവലം ഒരു പിന്നെ ആവശ്യമില്ലാത്ത സമ്പ്രദായമായിട്ടും എതിർപ്പിനെ നമുക്ക് കാണുകയും നടത്തുന്നതിനെ ആവശ്യമുള്ള സമ്പ്രദായമായിട്ട് മനസ്സിലാക്കാൻ അത് തന്നെ മതി. അപ്പോൾ സ്നേഹമാണ് റസൂലിനോട് കൊണ്ട്. റസൂൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്നേഹമാണ്. റസൂൽ ആദരവല്ലല്ലോ ചോദിച്ചിരിക്കണേ, എല്ലാവരേക്കാണ് എന്നോട് സ്നേഹം. കാരണം എന്താ? സ്നേഹബന്ധത്തോടുള്ള സ്നേഹത്തിനുണ്ടാക്കി തീർക്കാൻ പറ്റുന്ന അടുപ്പം മറ്റൊന്നിനും ഉണ്ടാക്കി തീർക്കാൻ പറ്റില്ല. സ്നേഹമാണല്ലോ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടാക്കുക. ഭയമാണെങ്കിലും ബഹുമാനാണെങ്കിലും ലേശം വിട്ടുകയല്ലേ ചെയ്യും അല്ലേ? നമുക്കൊരാളുടെ ബഹുമാനം ഉണ്ടെങ്കിൽ ലേശം വിട്ടുകയല്ലേ ചെയ്യാം, ബഹുമാനാണെങ്കിൽ ലേശം വിട്ടുക ചെയ്യാം. പക്ഷെ സ്നേഹമാണെങ്കിൽ പരമാവധി അടുക്കല്ലേ ചെയ്യാം.
അപ്പോൾ റസൂൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുക്കാനാ, റസൂലിനോട് സ്നേഹമുണ്ടാവാനാ. അത്തരത്തിലും ഹൃദയത്തിലുള്ള ബന്ധം, സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിന് അനുഭവപ്പെടണം. റസൂലിന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം അനുഭവപ്പെടുക. റസൂലിനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന് ആഹ്ലാദമുണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. അങ്ങനെ റസൂലിനെ സംബന്ധിച്ച് എല്ലാ സമയത്തും അനുസ്മരിക്കുകയും പറയുകയും ചെയ്യുന്ന സ്തുതിവിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അങ്ങനെ റസൂലിൻ്റെ ഓരോ മാതൃകയും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതോടുകൂടി അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക സംസ്കാരം. കാരണം സംസ്കാരം എന്ന് പറഞ്ഞാൽ അനുകരണമാണ് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം. അനുകരിക്കാൻ ഏറ്റവും മാതൃകായോഗ്യനായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെയാണ്, മറ്റാരുമല്ല. അതുകൊണ്ട് ആരും തന്നെ മറ്റുള്ള രീതിയിൽ മുടി വളർത്തുന്ന കാര്യത്തിലോ താടി വളർത്തുന്ന കാര്യത്തിലോ ഡ്രസ്സ് ഇടുന്ന കാര്യത്തിലോ ഒക്കെ നമുക്ക് എവിടെ ഫാഷൻ, ഏതാണ് മോഡൽ നോക്കി പോകേണ്ട ആവശ്യമില്ല. അതിന് വ്യതിചലിച്ചതോടുകൂടി കണ്ടോ ഇപ്പോൾ ചെറുപ്പക്കാർ കുട്ടികളുടെയൊക്കെ സ്ഥിതി എന്താണ്? അവരൊക്കെ കുട്ടികളൊക്കെ കളിയില്ല, ആരും കാര്യത്തിലല്ല. അതേപോലെ തന്നെ പാവങ്ങളുടെ ഉദ്ധാരകൻ ആണോ ഇബ്ഗൂനി ഫീ ദുആഫായിക്കും. റസൂൽ പറയാ, നിങ്ങൾ എന്നെ എവിടെ അന്വേഷിക്കണം? ഇബ്ഗൂനി ഫീ ദുആഫായിക്കും, നിങ്ങൾക്കിടയിലുള്ള ദുർബലർക്കിടയിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുക. അങ്ങനെ ദുർബലരുടെ ഒപ്പം നിന്ന എല്ലാ സന്ദർഭങ്ങളിലും അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഅശുർനി ഫീ സുംറത്തിൽ മസാകീൻ, മിസ്കീന്മാരുടെ ഒപ്പം നിന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവസാനം മരിച്ചു പോണ സമയത്ത് ഒരു സമ്പാദ്യമല്ല ഉള്ളതന്നെ. എന്തെങ്കിലും നേട്ടമുണ്ടായോ? എന്തെല്ലാം നേട്ടങ്ങൾ അവിടത്തേക്ക് എടുത്തു കാണിച്ചു. അറേബ്യയിലുള്ള പ്രമുഖന്മാർ വന്നിട്ട് ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ പറ്റുന്ന എല്ലാ പ്രലോഭനങ്ങളും അല്ലേ, ഒരു മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ പറ്റുന്ന മുഹമ്മദേ നിനക്ക് എന്താ വേണ്ടത്? സമ്പത്ത് വേണോ? എമ്പാടും സമ്പത്ത് ഞങ്ങൾ തരാം. അധികാരം വേണോ? അധികാരം ഞങ്ങൾ തരാം. ഇവിടുത്തെ രാജാവാക്കി എന്നെ വായിച്ചോളാം. അതേപോലെ തന്നെ നിനക്ക് അറേബ്യയിൽ ഏറ്റവും നല്ല സുന്ദരിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അത് നടക്കുന്ന നാദും കെട്ടിച്ചേരാം. എന്താ വേണ്ടത് വെച്ചാൽ തരാം. ഒരു മനുഷ്യന് നൽകാവുന്ന സകല പ്രലോഭനങ്ങളും അവിടുത്തെ മുമ്പിൽ എടുത്തു കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത്? മാ ജീത്തുക്കും ബിഹി യത്ലുബു അംവാലക്കും വലൽ മുൽക അലൈക്കും വലശറഫ ഫീക്കും വലാകിൻ അല്ലാഹ ബഅസനി ബശീറൻ വനദീറൻ ഫഇരിത്തബഅതും ബിമാ ജീത്തുക്കും ബിഹി ഫഹുവ ഹല്ലുക്കും ഫിദ്ദുനിയ വൽ ആഖിറ വഇല്ലാ ഫതവക്കലു അലല്ലാഹ് ഹത്താ യഹ്കുമു ബൈനി വബൈനകും. മാജിയത്തുക്കും ബിഹി, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തുമായാണോ വന്നിരിക്കുന്നത് അതുമായി ഞാൻ വന്നത്. അത്ലുബു അംബാലക്കും, നിങ്ങളുടെ സമ്പത്ത് മോഹിച്ചിട്ടല്ല. വല ശറഫീക്കും, നിങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല. വലൽ മുൽക അലൈക്കും, നിങ്ങളുടെ മേൽ ആധിപത്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല. വലാകിൻ അല്ലാഹ ബഅസനി ബശീറൻ വനദീറൻ, അള്ളാഹു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് ബഷീറായിട്ടും നദീറായിട്ടുമാണ്. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നവനും സന്തോഷ വാർത്ത നൽകുന്നവനുമായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഹല്ലുക്കും ഫിദ്ദുനിയ വൽ ആഖിറതി, നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും അത് ഗുണമാണ്. ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചോളാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണുന്നു. അപ്പോൾ ഏത് മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്തഫായി ഖൂക ജിസ്മഷ് ജാനബൂദ്, അവിടുത്തെ ദേഹം പോലും ആത്മാവായിരുന്നു. താക്കെ റഹ്മാൻ അല്ലമൽ ഖുർആൻ ബൂദ്, കാരണം അവിടത്തേക്ക് ഖുർആൻ റഹ്മാനായ അള്ളാഹു പഠിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതവും വ്യക്തിത്വവും ആകെ ഇത്തരത്തിലുള്ളതായിരുന്നു. വളരെ കൂടുതലായി നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനിയും വളരെ ദീർഘമായിട്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്നതിനാൽ ഇത്രയും വാക്കുകൾ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒപ്പം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച വലിയൊരു പാഠവും തന്നെയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉപദേശം എന്താ? ബശ്ശിർ വലാ തുനഫിർ യസ്സിർ വലാ തുഅസ്സിർ വസല്ലി ബിഹിം സലാത്ത അൽഅഫിഹിം. ജനങ്ങളെ സന്തോഷിപ്പിക്കണം. ബശ്ശിർ വലാ തുഅസ്സിർ, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്, എളുപ്പമുണ്ടായി കൊടുക്കണം. ഏത് കാര്യവും ഈസി ആയി കൊടുക്കണം, ഒരു കാര്യവും പ്രയാസകരമായി കൊടുക്കരുത്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബശ്ശിർ വലാ തുനഫിർ, ആളുകളെ ഒരിക്കലും വെറുപ്പിക്കരുത്, എപ്പോഴും ആളുകളെ സന്തോഷിപ്പിക്കണം. വസല്ലി ബിഹിം സലാത്ത അൽഅഫിഹിം, നിസ്കരിക്കുമ്പോൾ ഇമാമായിട്ട് നിൽക്കുമ്പോൾ കൂട്ടത്തിലെ ഏറ്റവും ദുർബലനായ ആൾ ആരാണോ അയാളുടെ നിസ്കാരം നിസ്കരിച്ചു കൊടുക്കണം. ഇമാമായിട്ട് നിൽക്കുമ്പോഴേ ഏറ്റവും ദുർബലനായ ആളുടെ നിസ്കാരമാണ് നിസ്കരിച്ചു കൊടുക്കേണ്ടത്. അല്ലേ മുജാഹിദീങ്ങളൊക്കെ പള്ളിക്ക് തറാവി നിസ്കാരം
തറാവി നിസ്കാരം റക്അത്ത് ചുരുക്കിയാണ്ട് 8 ആക്കിയാണ്ട് നിസ്കരിച്ചാൽ ഓരോരുത്തർ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇടങ്ങേറ് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. അങ്ങനെ നിസ്കരിക്കേണ്ടത് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത്. വസല്ലി ബിഹിം സലാത്ത അൽആഫിഹിം, കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായ ആൾ ആരാണോ അയാളുടെ നിസ്കാരം നിസ്കരിച്ചു കൊടുക്കേണ്ടത്. മനുഷ്യന്മാരെ പറ്റി ഇങ്ങനെ ചിന്തിച്ചത് ആരാ വേറെ? സ്വന്തം അനുയായികളെ പറ്റി ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, അത് ഹദീസിന്റെ ഗ്രന്ഥം വെച്ചുകൊണ്ട് നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുക. ഇങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കൂല. പറഞ്ഞ വാക്ക് പിന്നെ ഒരിക്കലും മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. ജീവിതത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്വന്തം ജീവിതത്തിലൂടെ അനുഷ്ഠിക്കുക. വലിയ പ്രസംഗം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നേരത്തോടെ സൂചിപ്പിച്ചല്ലോ, ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ കേവലം 8 മിനിറ്റ് മാത്രം അത്രയും നിങ്ങളാണ്, അതിലപ്പുറമല്ല. അതാ വലിയ പ്രസംഗം. റസൂൽ എങ്ങനെ ഓരോരുത്തരും നന്നാക്കിയിരുന്നത്? ഒരു മനുഷ്യൻ വന്ന് നിങ്ങൾ ഔസിനി യാ റസൂലുള്ളാഹി എനിക്ക് ഉപദേശം തരും, ലാ തക്ദീബ്, കള്ളം പറയരുത്, വേറൊന്നുമില്ല, കള്ളം പറയരുത്. ഈ ഒരൊറ്റ വാക്ക്. അയാൾ വീട്ടിൽ പോയിട്ട് രാത്രി അയാൾക്ക് മോഷണ സ്വഭാവം ഉണ്ടായിരുന്നു. രാത്രി എണീറ്റിങ്ങാണ്ട് ഇങ്ങനെ ഉറക്കം വരുന്നില്ല, എന്തേലും ഒന്ന് പോയി എവിടുന്നേലും എടുത്തുകൊണ്ടെന്നാലും ഉറക്കം വരുള്ളൂ. അങ്ങനെ നീറ്റിങ്ങാണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ നാളെ ഇപ്പോൾ റസൂലിൻ്റെ അടുത്ത് ചെല്ലുമല്ലോ, ചെല്ലുമ്പോൾ ഇന്നലെ എന്തൊക്കെ ചെയ്തതെന്ന് ചോദിക്കൂലേ? അപ്പോൾ ഞാൻ മോഷണം നടത്തി എന്ന് പറഞ്ഞാൽ എന്തേക്കാരം സ്ഥിതി? ഇല്ലാന്ന് പറഞ്ഞാൽ കളവ് പോകൂലേ? അത് വേണ്ട. പിന്നെ മൂപ്പരിങ്ങനെ സ്വന്തം ഭാര്യ വീട്ടിലുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പരിങ്ങനെ എണീറ്റിട്ട് അങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ നാളെ ഇപ്പോൾ റസൂലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തൊക്കെ ഇന്നലെ കാട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ വ്യഭിചരിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ എന്തേക്കാരം അതിൻ്റെ ഫലം ഉണ്ടാവുക? ഈ നുണ പറയാൻ പാടില്ലല്ലോ. ഈ ഒരൊറ്റ ലാ തക്ദീബ് എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഈ മനുഷ്യൻ ജീവിതം ആകണം മാറി. വേറൊരാൾ വന്നു, ഔസിനി യാ റസൂലുള്ളാഹ് ലാ തഗ്ലബ്, കോപിക്കരുത്, വേറൊന്നുമില്ല, അത് മതിയായിക്ക്. കാരണം അയാളെ മനസ്സിലാക്കി, ഓരോ മനുഷ്യനെയും മനസ്സിലാക്കിയിട്ട് ഇന്നലിൽ ഖുലൂബി ഇഖ്ബാരൻ വ ഇദ്ബാരൻ ഫൗതുഹാ മിൻ ഇഖ്ബാലിഹാ വ ഇദ്ബാരിഹാ. മനുഷ്യന്റെ മനസ്സിന് ചില ആഭിമുഖ്യങ്ങളും വൈമുഖ്യങ്ങളും ഉണ്ട്. ആ ആഭിമുഖ്യങ്ങളും വൈമുഖ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ നിങ്ങൾ സമീപിക്കുക. ഓരോ പാഠങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വിജ്ഞാനവും പിന്നെ ഒരു കോളേജിലും വേറൊരു വിവരം, നമ്മൾ ഡിഗ്രി സമ്പാദിക്കേണ്ടാന്നോ ലൗകികമായിട്ടുള്ള വിജ്ഞാനം നേടേണ്ടാന്നോ അല്ല പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യന് ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അത് തന്നെയാണ് വഴി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള മാർഗമാണ് വഴി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് റസൂലിനെ ശരിക്കും പഠിക്കുകയും പഠിക്കുന്നതിനനുസരിച്ച് റസൂലിനെ ഉൾക്കൊള്ളുകയും അവിടുത്തെ ജീവിതത്തിലേക്ക്, റസൂൽ നമ്മുടെ ഒരു അധ്യാപകൻ മാത്രമല്ല, ഒരു ഗുരുനാഥൻ മാത്രമല്ല, ഒരു ആചാര്യൻ മാത്രമല്ല, ഒരു നേതാവ് മാത്രമല്ല, ഒരു നായകൻ മാത്രമല്ല, ഇതെല്ലാം ആയതിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രേമഭാജനമാണ്. നമ്മുടെ ജീവിതത്തിൽ റസൂലിന്റെ സാന്നിധ്യം സദാ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.